പ്രൈസ് ലോർഡ്. കരവും ശബ്ദം ഉയർത്തി കർത്താവിന്റെ ഏറ്റവും പാവനമേറിയ നാമത്തെ ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. ഈ രാത്രികാലവും ഇവിടെയുള്ള ദൈവസഭയോട് ചേർന്ന് കർത്താവിന് നന്ദി പറയാൻ കരുണാസമ്പന്നനായ ദൈവം ജീവിതത്തിൽ തന്ന വിലപ്പെട്ട നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. ആകാശം മാറിയാലും ഭൂമി നീങ്ങിപ്പോയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമായി ഈ രാത്രി നിൽക്കാൻ കരുണയുള്ള ദൈവം കാണിച്ച അവിടുത്തെ വലിയ കരുതലിനായി, കൃപകൾക്കായി, മഹാദയക്കായി, ആ മഹിമയുള്ള ശുശ്രൂഷയ്ക്ക് തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം. രാവിലെ വന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഡ്രസ് കോഡൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ അല്ലെ? റനാൻ ഉൾപ്പെടെയുള്ള ആളുകൾ റെഡിയാണ്. റയാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ആരോൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ജോഷുവ, ജോയല്, നോയല്, കെൽവിൻ, ശരിയല്ലേ പേര്? അത് തന്നെ. ആമേൻ. ഒരാളുടെ പേര്, രണ്ടുപേരുടെ പേരേ ഉള്ളൂ ഞാനിന്ന് പഠിക്കാനുള്ളത്. റിൻസി ആബ്സെന്റ് ആണെന്ന് തോന്നുന്നല്ലേ? റിൻസി ആബ്സെന്റ് ആണ്. അതാ ആമേൻ. ആബ്സെന്റ് ആയവരുടെ പേര് പ്രിസേഷൻ നമ്മൾ പറയേണ്ടതാണ്. സോ രണ്ട് കുഞ്ഞുങ്ങൾ ഫ്രണ്ടിലുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അച്ചാച്ചന്മാരെ ഒന്നും ആക്രമിക്കാതെയും സംസാരിക്കാതെയും ദൈവവചനത്തിന് മുൻപാകെ അതീവ ശ്രദ്ധയോടുകൂടെ ഇന്ന് രാത്രി ആയിരിക്കാൻ വിശേഷൽ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ ഉച്ച കഴിഞ്ഞ് വീണ്ടും ഞാൻ കുഞ്ഞുങ്ങളോടുകൂടെ സമയത്തെ ചെലവഴിക്കാൻ കർത്താവ് അവസരത്തെ തന്നു. 1000 ചോദ്യങ്ങൾ, അവരിൽ നിന്നുള്ള അവരുടെ പ്രശ്നങ്ങൾ, അതിനൊക്കെ കർത്താവ് കൊടുക്കുന്ന ഉത്തരത്തെ അവരോട് പങ്കുവെക്കാൻ കർത്താവ് സഹായിച്ചു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആമേൻ, നമ്മുടെ പ്രിയ റയാനും റെനോനൊക്കെ ഇന്ന് ഉച്ച കഴിഞ്ഞ വേളയിൽ ഒന്ന് രക്ഷിക്കപ്പെടാൻ കർത്താവ് അവസരത്തെ ഒരുക്കി. യേശുവിനെ ഹൃദയത്തിൽ അംഗീകരിക്കാൻ ദൈവം കൊടുത്ത മനസ്സിൽ ഒരാമയം പറഞ്ഞാട്ടെ. യേശുവിന്റെ ക്രൂശിനെ ഒന്ന് പറയാൻ എനിക്ക് ലഭിക്കപ്പെട്ട ഒരു ചാൻസ് പോലും ഞാൻ വേസ്റ്റ് ആക്കിയില്ല. ഒരു കുഞ്ഞിനെ കിട്ടിയാൽ നമുക്കൊരു പ്രസവ വേദന പോലെ തോന്നും. അങ്ങനെ അതേ ഹൃദയമുള്ളൊരു ദൈവദാസനെയും ദൈവം നിങ്ങൾക്ക് തന്നതോർത്ത് സ്തോത്രം പറഞ്ഞാട്ടെ. കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് ചെലവഴിക്കുന്ന സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ തന്നെ പ്രായമുള്ളവർക്കും പ്രിയമുള്ളവർക്കുമെല്ലാം ഇന്ന് രാത്രിയിലെ സന്ദേശം അനുഗ്രഹമായി മാറട്ടെ. ഈ സെന്ററിന് ചുമതല വഹിക്കുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസനെയും തന്റെ കുടുംബത്തെയും ഓർക്കുന്നു. ഏതൊരു സമയം റാന്നി സെന്ററിന്റെ യോഗങ്ങൾ വെക്കുമ്പോൾ ഒത്തിരി വേദികൾ ആ ദൈവദാസന് ഒരുക്കിയിട്ടുണ്ട്. ആ ദൈവദാസനെ ഓർക്കുന്ന എബി പാസ്റ്ററെ കുടുംബമായി കുഞ്ഞുങ്ങളോടൊപ്പം കർത്താവ് ആദരിക്കട്ടെ. സഭയ്ക്കൊരിക്കൽ കൂടെ വന്ദനത്തെ അറിയിച്ച് രാവിലെ നാം വായിച്ച വേദഭാഗം ഒരാൾ ആവർത്തിച്ച് ഒന്ന് വായിച്ചാട്ടെ. അതെ, ലിസൺ വെരി കെയർഫുൾ. ജെയിംസ് ചാപ്റ്റർ 4 verse 10 അതാണ് നമ്മുടെ കുറിവാക്യം. രാവിലെ ഓർത്തിരിക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞതാണ്. അത് നന്നായി ഓർത്തു വായിച്ചതിന് നന്ദി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 10-ാമത് വാക്യം. കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. അപ്പം ഉയർത്താനുള്ള ഏക വഴി എന്താണ്? താഴുക എന്നുള്ളതാണ്. താഴ്മ ധരിക്കുക. അതിന് രാവിലെ യാക്കോബിന്റെ ജീവിതവുമായി നാം ഒന്ന് സഞ്ചരിക്കാനിടയായി. രാവിലെ വരാത്തവരുടെ ശ്രദ്ധയ്ക്ക് യാക്കോബ് യൂദയുടെ ലേഖനം 1:1, യാക്കോബിന്റെ ലേഖനം 1:1. അപ്പോൾ തന്നെ 1 കൊരിന്ത്യർ ലേഖനം 15:7 നാം രാവിലെ വിചിന്തനം നടത്തിയ വേദഭാഗങ്ങളാണ്. യേശു കർത്താവ് ഉയർപ്പിനനന്തരം യാക്കോബ് എന്ന തന്റെ സഹോദരനെ തിരക്കി യാക്കോബ് ഇരുന്ന ഇടത്ത് ചെന്ന് തന്റെ മഹത്വകരമായ വെളിപ്പാട് കൊടുത്തപ്പോൾ യേശുവിനെ യാക്കോബ് വിളിച്ചൊരു പേരുണ്ട്. എന്താണ്? എങ്ങനെയാണ് വിളിച്ചത്? യാക്കോബ്, നമ്മുടെ ആ യാക്കോബ് അല്ല പുതിയ നിയമത്തിൽ നമ്മളിപ്പോ പറഞ്ഞ യാക്കോബ്. ആമേൻ. വേഗത്തിൽ പഴയ നിയമത്തിലേക്ക് ഒരു പാലായനം. നമ്മൾ പുതിയ നിയമത്തിൽ ആ സഹോദരൻ എന്നാണോ വിളിച്ചത്? ദാസൻ. കണ്ടോ, റെനോൻ എന്റെ കൂടെ ഉണ്ട്. ദാസൻ എന്നുള്ളതിന്റെ ഗ്രീക്ക് വാക്കൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അതിന്റെ മലയാളം എന്തായിരുന്നു? ഇംഗ്ലീഷ് അടിമ. വെരി ഗുഡ്. കണ്ടോ, അപ്പൊ യാക്കോബ് ആരായിട്ട് മാറി? കണ്ടോ, കുഞ്ഞുങ്ങൾ 1-ാം സ്ഥാനം കീഴടക്കിയിരിക്കുന്നു. പ്രിയരെ, ഉപവാസ പ്രാർത്ഥന വിടുതലായി പരിണമിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പൊ ആരാണ് യാക്കോബ്? ആമേൻ. അടിമയായിട്ട് മാറുകയാണ്. യേശുവിനെ അപ്പൊ എന്ത് വിളിച്ചു കാണാൻ സാധ്യതയുണ്ട്? ഒന്ന് ശ്രദ്ധിച്ചോ. എന്ത് വിളിച്ചിട്ടുണ്ടാവും? ആരോനെ? യജമാനനെ എന്ന് വിളിച്ചിട്ടുണ്ടാവും. എന്താണ്? യജമാനനെ. എന്റെ വേദനകളുടെ, ഭാരങ്ങളുടെ, സങ്കടങ്ങളുടെ, നെടുവീർപ്പുകളുടെ, നിന്ദകളുടെ, അപവാദങ്ങളുടെ, അപമാനങ്ങളുടെ, ഞാൻ സഹിച്ച സകല സഹനങ്ങൾക്ക് മീതെ എന്റെ യേശു എന്റെ യജമാനനാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. രാവിലെ ഞാൻ ചിന്തിച്ച വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. ആരെയും എന്ത് ചെയ്യരുത്? റിജക്ഷൻ ചെയ്യരുത് അല്ലേ?
തിരസ്കരിക്കരുത്. റിജക്ഷൻ വളരെ പെയിൻഫുൾ ആണ്. കൊച്ചു കുഞ്ഞിനെ പോലും, ഇൻക്ലൂഡിങ് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ വീടിനകത്ത് പോലും പേരൻസ് വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇരുവർക്കും ഒരേ നിലയിലുള്ള, ഒരേ രീതിയിലുള്ള അനുസരണത്തിന്റെ അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള പരിഗണന കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ മറക്കരുത്. അത് വളരെ വിലപ്പെട്ട കാര്യമാണ്. ഇന്ന് രാവിലെയും കൂടെ ഞാൻ പറയാനിടയായി. രണ്ടാമതൊരു കുഞ്ഞുണ്ടാകുമ്പോൾ കാണാൻ വരുന്നവർ പൊതുവെ പറയുന്ന ഒരു വാക്കുണ്ട്. മൂത്ത കുഞ്ഞിനെ നോക്കിയിട്ട് പറയും, ഇനി നിന്നെ ഞങ്ങൾക്ക് വേണ്ട, അവരെ വീട്ടിൽ കയറ്റരുതെന്നാണ് എൻ്റെ ഭാഷ. ദയവ് ചെയ്ത് ആ മൂത്ത കുഞ്ഞിനെ കൊല്ലരുത്. നിങ്ങൾക്കറിയാമോ, ഞങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും ചെയ്തോ, ഇപ്പോ കരചരണങ്ങൾ അടങ്ങിയിരിക്കണം യോഗം തീരുന്നവരെ. മൂത്തവനെ ആക്രമിക്കാൻ വേണ്ടി കൈ നീട്ടിയോന്ന് എനിക്കൊരു സംശയം കേട്ടോ. യോഗം കഴിഞ്ഞ് എന്നെ ഒന്നുകൂടെ കണ്ടിട്ടേ പോകാവൂ, ഇല്ലേ കടമനാട് ഞാൻ കൊണ്ടുപോകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആ കാര്യത്തിന് തീരുമാനമായി. അപ്പൊ ശ്രദ്ധിച്ച പ്രിയരെ, നാട്ടിൽ സംഭവിച്ചൊരു കാര്യം, എല്ലാവരും വന്ന് കണ്ട് മൂത്ത കുഞ്ഞിനെ നോക്കിയിട്ട് പറഞ്ഞു, ഓ നിന്നെ കൊള്ളത്തില്ല, ഇവൻ സുന്ദരനാണ്, ഇവൻ സുമുഖനാണ്, സുനേത്രനാണ്, സുസ്മേരവദനാണ്, ഇങ്ങനെ പല പദങ്ങൾ പറഞ്ഞ് മൂത്ത കുഞ്ഞിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ചെറുതായിട്ട് കാണുന്ന പല കാര്യങ്ങളും ഗൗരവമായിട്ട് കാണണം. ഞാനിന്ന് രാവിലെ പറഞ്ഞു, മൂത്തത് ആൺകുഞ്ഞാകട്ടെ പെൺകുഞ്ഞാകട്ടെ, ഇളയത് പെൺകുഞ്ഞാകട്ടെ ആൺകുഞ്ഞാകട്ടെ, ഇനി ഒരു വീട്ടിൽ രണ്ടുപേരും ആൺകുഞ്ഞുങ്ങളാകട്ടെ, പക്ഷാഭേദങ്ങൾ, മുഖപക്ഷങ്ങൾ കാണിക്കരുത്. ഒന്ന് സ്തോത്രം പറയാമോ? നമ്മൾ ഉദ്ദേശിച്ച തീ ഉള്ളിൽ നിന്ന് കത്തട്ടെ, ഒരാമയെ പറഞ്ഞാട്ടെ, വേണ്ടാത്തത് മാറട്ടെ. ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സർജറിയുടെ ഒരു ദിവസങ്ങളാകണം. വേണ്ടുന്നത് അകത്ത് വരണം, വേണ്ടാത്തതെല്ലാം എന്ത് ചെയ്യണം, പുറത്തു പോകണം. അതായിരിക്കണം ശരിക്കും ഉപവാസം എന്ന് പറയുന്നത്. പഴയ പിതാക്കന്മാരുടെ ഭാഷയിലൊക്കെ പറഞ്ഞ നിരപ്പിന്റെ ശുശ്രൂഷ എന്ന് പറയും. അതൊരു ശുശ്രൂഷയായിരുന്നു. അന്ന് പറഞ്ഞ മിണ്ടാതിരിക്കുന്നവരും കൈ കൊടുക്കാതിരിക്കുന്നവരും കർത്തൃമേശ കഴിഞ്ഞ് തമ്മിൽ വിശുദ്ധ ചുംബനം, സഹോദരന്മാർ തമ്മിലും സഹോദരിമാർ തമ്മിലും അന്യോന്യം വന്ദനം ചെയ്യാത്തവരൊക്കെ ഉപവാസ പ്രാർത്ഥനയിൽ നിരപ്പ് പ്രാപിക്കണം. ഇവിടെ അങ്ങനെ ഇല്ല. ഉണ്ടെങ്കിൽ മാനസാന്തരം അനിവാര്യമാണ്. കരവും ശബ്ദം ഉയർത്തിയ രാമൻ പറഞ്ഞാട്ടെ. നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോ ഇന്ന് രാവിലെ നാം ചിന്തിച്ച അത്രയും കാര്യങ്ങൾ റിജക്ട് ചെയ്യരുത്. ദയവ് ചെയ്ത് PYP ആകട്ടെ, സഹോദരി സമാജമാകട്ടെ, സഭയുടെ ഒരു വാർഷിക പ്രോഗ്രാം ആകട്ടെ, ഒരു ചെറിയ മീറ്റിംഗ് ആകട്ടെ, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യിക്കാൻ, ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രോഗ്രാം കൊടുക്കാൻ, അല്ല അതിനകത്ത് മാറിയിരിക്കുന്നവരെ വിശേഷം നമ്മൾ കണ്ടെത്തിയിട്ട് അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവരെ ഒന്ന് സജീവനമാക്കി സഞ്ജീവനത്തിലേക്ക്, പുതുക്കപ്പെടലിലേക്ക്, ഒരു മടങ്ങിവരവിലേക്കൊക്കെ കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സഭയുടെ നടുവിൽ ഉണർവിന്റെ ചലനങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പരിഗണന, അവിടെ പേര് പറഞ്ഞേ, കെസിയ, പേര് മാറ്റത്തില്ല, ആധാറിലെ പേര് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, കെസിയ. ജുവാന, മിടുക്കി, പേര് അത്ര ഒച്ചയ്ക്ക് പറയുന്ന നിങ്ങൾ പ്രതീക്ഷിച്ചില്ല. വണ്ടർഫുൾ കേട്ടോ, ഗോഡ് ബ്ലസ് യു. ജുവാന, നമ്മുടെ വാട്ടർ ബോട്ടിന്റെ അടുത്തിരിക്കുന്ന ആളുടെ പേരെന്താണ്? ജെറമ്യ. വെരി ഗുഡ്. വേദപുസ്തകത്തിലെ ജെറമ്യാണോ? വെരി ഗുഡ്. അദ്ദേഹം ഓക്കെ. അപ്പൊ ജെറമ്യ നല്ല പേരാ കേട്ടോ, അങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആരോനാ തൊട്ടടുത്തിരിക്കുന്നത്? അപ്പൊ അത്ര ഇരിക്കട്ടെ. അപ്പൊ ശ്രദ്ധിച്ചേ പ്രിയരെ, യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ രണ്ടാമതായി ചിന്തിച്ചു വന്ന ഭാഗം, സഭയെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കാൻ വേണ്ടി വന്ന, സഭയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമായി മാറിയ ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു വിഷയം സമ്പത്താണെന്നുള്ളതായിരുന്നു. സമ്പത്ത് സഭയെ എന്ത് ചെയ്തു? കീഴടക്കി. സമ്പത്ത് ആവശ്യമല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ നന്മ പ്രാപിക്കണ്ടേ, നമ്മുടെ കുഞ്ഞുങ്ങൾ വിദേശത്ത് പഠിക്കണ്ടേ, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യപരമായിട്ട് ഇരിക്കണ്ടേ, ഉയർച്ച വേണ്ടേ എന്ന് ചോദിച്ചാൽ ഉയർച്ച വേണം. അതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. ഉയർച്ചയുടെ അടിത്തറയുള്ള 2 വാക്യങ്ങൾ വരുന്നുണ്ട് ആശ്വാസത്തിന് വേണ്ടി. പക്ഷെ പലപ്പോഴും ആദിമകാല സഭയ്ക്കും ആധുനിക കാലത്തെ സഭയ്ക്കും തമ്മിലുള്ള പ്രശ്നം, ആദിമകാലത്തെ സഭയ്ക്കും ആധുനിക കാലത്തെ സഭയും തമ്മിൽ വിശകലനം നടത്തിയാൽ സമ്പത്തൊരു നല്ല രീതിയിൽ നമ്മുടെ ആരാധനയെ ബാധിച്ചിട്ടുണ്ട്. പ്രാരാബ്ദങ്ങളില്ലാത്ത, ആരാധനയുടെ ആവശ്യകതയില്ലാത്ത, അതുകൊണ്ട് രാവിലെ ഞാൻ പറഞ്ഞു ആരോൻ പട്ടിണി കിടന്നിട്ടില്ല, റെനാൻ ഒരു കാരണവശാലും പട്ടിണി കിടക്കില്ല. റയാൻ പട്ടിണി കിടന്നിട്ടുണ്ടോ? ഇല്ല. ജോഷു പട്ടിണി കിടന്നിട്ടില്ല, ജോയൽ പട്ടിണി കിടന്നിട്ടില്ല. പരിവട്ടങ്ങൾ, പ്രശ്നങ്ങളില്ലാത്തൊരു കുഞ്ഞുങ്ങൾ അവരുടെ ഫീസ് ഓൺലൈൻ വഴി അടക്കുകയാണ്.
ഇനി ഒരു സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞിന്റെ ഷൂ നോക്കണം, ബ്ലാക്ക് ഷൂ, വൈറ്റ് ഷൂ. സ്പോർട്സിന് വേറെ ഷൂ. സ്കേറ്റിംഗ് ഷൂ എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട്. ഇപ്പം ഐസിന്റെ ഒക്കെ പരിപാടി ഉണ്ട് ഇന്ത്യൻ നാഷണൽ സ്കൂളുകളിൽ, അതിന് സ്കേറ്റിംഗ് ഷൂ. പിന്നെ ടൂർ പോവുകയാണെങ്കിൽ അവൻ നിർബന്ധം പിടിക്കും, അവന് വേറെ ഷൂ വേണം. ഇനി ഇത്ര ഷൂ ആണോ കല്യാണത്തിന് കൊണ്ടുപോകുന്നത്? അല്ലതാനും, കല്യാണത്തിന് വേറെ ഷൂ. സഹോദരിമാരെ, ചെരുപ്പിന്റെ കാര്യത്തിൽ നമ്മൾ ഒട്ടും പുറകിലല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ട് എനിക്ക് കല്യാണത്തിന് പോകാൻ ചെരുപ്പില്ല. ഒരു മാസം മുമ്പേ നമ്മൾ അനൗൺസ്മെന്റ് കൊടുക്കും. കാരണം എന്താ, ചെരുപ്പുണ്ടെങ്കിൽ കല്യാണത്തിന് ഒരു പുതിയ ചെരുപ്പ്. വെരി ഗുഡ്. വീടിനകത്ത് ചെരുപ്പ്, ബാത്റൂമിനകത്ത് വേറെ ചെരുപ്പ്. എത്ര ചെരുപ്പുണ്ട് ഒരു വീട്ടിൽ? റിയലി ചെരുപ്പുകളുടെ എണ്ണം തന്നെ നോക്ക്, വ്യത്യാസം. അപ്പൊ സാരികളുടെ എണ്ണമോ? ചില സ്ഥലങ്ങളൊക്കെ ഈ അനാഥ മന്ദിരത്തിലേക്കും അഗതി മന്ദിരത്തിലേക്കൊക്കെ വസ്ത്രങ്ങളുടെ കളക്ഷൻ നമ്മുടെ അടുത്തൊക്കെ വരും. ദയവ് ചെയ്ത് 70% കിഴിവുള്ള സാരി കൊടുക്കരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഉടുത്ത് പഴകി ഹോള് വീണ സാരി എന്ത് ചെയ്യരുത്? കൊടുക്കരുത്. പറ്റുമെങ്കിൽ ഒരു പുതിയ സാരി കൊടുക്കുക. ഞാൻ അമ്മച്ചിമാരുടെ അടുക്കൽ ചെന്നിട്ടുണ്ട്. വൃദ്ധസദനങ്ങൾ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ഞങ്ങൾ കൊണ്ടുകൊടുക്കുമ്പോൾ മാക്സിമം പുതിയത് തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങൾ നിർബന്ധമുള്ളവരായിരിക്കും. അവരുടെ അടുത്ത് ചെന്നപ്പോഴും എനിക്ക് മനസ്സിലായി, അവരുടെ പല മക്കളും വിദേശ രാജ്യങ്ങളിലാണ്. എന്റെ സ്നേഹിതൻ ശുശ്രൂഷിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൽ 1000 ആപ്ലിക്കേഷൻ കിടക്കുകയാണ്, അപ്പച്ചനെ എടുത്തോളാൻ, അമ്മച്ചി എടുത്തോളാൻ. കാരണം അറിയാമോ, അവർക്ക് നോക്കാൻ സമയമില്ല, പറ്റുന്നില്ല. അപ്പോ കേരളത്തിന്റെ യഥാർത്ഥമായ ഒരു പശ്ചാത്തലം, ശരിക്കും നമ്മുടെ മാതാക്കൾ, അവരുടെ പിതാക്കന്മാർ ആശ്രയം നഷ്ടപ്പെട്ടവരായി മാറുന്നു എന്നുള്ളത് ഭയങ്കരമായ, ഭയാനകമായ ഒരു യാഥാർത്ഥ്യമാണ്. അവരുടെ വേദനയുടെ നടുവിൽ മക്കൾ അടുത്തു വരുന്നില്ല, ഭാരങ്ങളുടെ നടുവിൽ മക്കൾ അടുത്തു വരുന്നില്ല. അവസാനം ശ്വാസം പോയി കഴിയുമ്പോൾ ഈവന്റുകാരെ ഏൽപ്പിക്കുകയാണ് ശുശ്രൂഷകൾ. റിയലി എനിക്ക് നന്നായി അറിയാം. ആഫ്രിക്കയിലുള്ള 3 കുടുംബങ്ങൾ വരാൻ കഴിഞ്ഞില്ല. അവിടേക്ക് അവർക്ക് എയർ ടിക്കറ്റ് ലഭിച്ചില്ല. സോ അവർ ചെയ്ത ഒരു കാര്യം, അത് ടിക്കറ്റ് ലഭിക്കാത്തത് കൊണ്ട് അത് ലൈവിൽ അവർ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ആ മക്കൾ എന്ത് ചെയ്തറിയാമോ, ആ ലൈവിൽ ഇരുന്ന് കരഞ്ഞു. അവർക്ക് വരാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ബന്ധങ്ങൾ ഒത്തിരി അകലത്തിലേക്ക് പോയിരിക്കുന്നു. 12 മക്കളുള്ള വീട്ടിൽ 12 മക്കളും അവരുടെ മക്കളെല്ലാം കൂടെ ആലയത്തിൽ വന്ന് ആരാധിക്കുന്നതിനകത്തുള്ള സാഹോദര്യം. ഞാൻ ഉപ്പാപ്പ എന്ന് വിളിക്കുന്ന എന്റെ ഉപ്പാപ്പനെ എന്റെ മകൻ വിളിക്കുന്ന അങ്കിളെ എന്നാണ്. ഞാൻ കൊച്ചമ്മ എന്ന് വിളിക്കുന്ന ആളെ എന്റെ മകൻ വിളിക്കുന്ന ആന്റി എന്നാണ്. അവൻ ഈ 2 വാക്കേ അറിയുള്ളൂ, ഏത്? അങ്കിളും ആന്റിയും. അല്ലാതെ ബന്ധങ്ങൾ അറിയില്ല. ഇനി ബന്ധങ്ങൾ നിലനിർത്തണമെന്ന് കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അവർക്കറിയില്ല. അവർ പറഞ്ഞു, സോറി പാപ്പ, ഐ ഡോണ്ട് കെയർ. എന്നെ കരുതി, എന്നെ സഹായിച്ച്, എന്നെ വളർത്തിയ പല ആളുകളുണ്ട്. അവരെ എന്റെ മകൻ അറിയണമെന്നില്ല. അവരോട് ഞാൻ ആതിഥ്യമര്യാദയോടുകൂടെ സംസാരിക്കുമ്പോൾ അവൻ അവരുമായി ബന്ധമില്ലാത്തത് കൊണ്ട് അവൻ നോർമലി സംസാരിക്കും. അവര് പ്രതീക്ഷിക്കുന്നത് ആ അളവായിരിക്കുകയില്ല താനും. ശ്രദ്ധിക്കൂ മോനെ, നാളെ PhD എടുക്കാൻ കർത്താവ് നിനക്ക് കൃപ തരട്ടെ. എഞ്ചിനീയർ ആകട്ടെ, ഡോക്ടർ ആകട്ടെ. മിടുമിടുക്കന്മാർ ദൈവസഭയിൽ ഉണ്ടെന്ന് എനിക്കറിയാം, ഇനിയും ഉണ്ടാകട്ടെ. പക്ഷേ ദൈവത്തെ ആരാധിക്കുന്നതിനകത്ത് വിദ്യാഭ്യാസത്തിന്റെ, അറിവിന്റെ, കഴിവിന്റെ, സമ്പത്തിന്റെ, സ്ഥാനമാനങ്ങളുടെ പദവികൾ ഒരു കാരണവശാലും രംഗപ്രവേശനം ചെയ്യരുത്. സഭ എത്ര പേരെ കരമൊന്ന് ഉയർത്തിയ രാമൻ പറഞ്ഞാട്ടെ. സമ്പത്ത് നമ്മിൽ വരുത്തിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? അതൊന്ന് പറഞ്ഞ് ഉത്തരം കൂടെ പറയാനാണ് ഇന്ന് രാത്രി എനിക്ക് വിശേഷ നിയോഗം. സമ്പത്ത് സഭയിലേക്ക് വന്നപ്പോ ദൈവഹിതം ആരായാനുള്ള മനസ്സ് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എനിക്കറിയാവുന്ന അമ്മച്ചിമാരുണ്ട്, 4 മക്കൾ, 8 മക്കൾ, 12 മക്കൾ ഒക്കെയുള്ളവർ. പ്രവചന ശുശ്രൂഷ 16ാമത്തെ വയസ്സ് ചെയ്യുമ്പോൾ ആ അമ്മച്ചിമാരുടെയൊക്കെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ 16 മക്കളോ അല്ലെങ്കിൽ 12 മക്കൾ അല്ലെങ്കിൽ 8 മക്കൾ, 8 മക്കളോടുള്ള ദൂത് ഓരോ പേര് പറഞ്ഞു. പക്ഷേ ഇനി ജെയിംസിന് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചാട്ടെ. ജെയിംസിന് വേണ്ടി പ്രാർത്ഥിക്കുക. അദ്ദേഹത്തുള്ള ദൂത് കഴിഞ്ഞാണ്. പക്ഷേ 3ാമത്തെ മോനുണ്ട്, 2ാമത്തെ മോനുണ്ട്. ഇങ്ങനെ പറഞ്ഞ് 8 പേരെ കുറിച്ചുള്ള ദൈവശബ്ദം അറിയണം. ഇനി അവരുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയോ? കൊച്ചുമക്കളുടെ ലിസ്റ്റ് എടുക്കും.
90 വയസ്സുള്ള ഒരു അമ്മച്ചിക്ക് വേണ്ടി ഞാൻ ഈ ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ പോയി. അമ്മച്ചി ഇങ്ങനെ കിടപ്പിലാണ്. അപ്പൊ ഞാൻ പുത്തനാം യെരൂശലേമൊക്കെ പറഞ്ഞ് കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, നിന്ദയില്ലാത്ത, പരിഹാസങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത, 12 മുത്തുകൾ കൊണ്ട് നിർമ്മിച്ച 12 ഗോപുരങ്ങളുള്ള സ്വച്ഛ സ്ഫടിക തങ്ക നിർമ്മിതമായ പുത്തനാം യെരൂശലേം വർണ്ണിച്ച് ഞാൻ പറഞ്ഞു. കാരണം എനിക്കറിയാം ആളേതാണ്ട് അതിന്റെ അടുത്ത് നിൽക്കുകയാണ്. അമ്മച്ചി പറഞ്ഞു അതെല്ലാം ശരിയാ, എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. ഞാൻ പറഞ്ഞു എന്താ? കൊച്ചുമോടെ കല്യാണം നടക്കണം. ഞാൻ ഈ പുത്തനാം യെരൂശലേം വിവരിക്കാവുന്നതിന്റെ മാക്സിമം വിവരിച്ചു. അമ്മച്ചിക്ക് അതല്ല വിഷയം. അമ്മച്ചിക്ക് കൊച്ചുമോടെ മോന്റെ കല്യാണം എന്ത് ചെയ്യണം? അത്രയും ജനറേഷനെ കണ്ടെത്തിയിരിക്കുകയാണ്. കൊച്ചുമക്കളെ കണ്ടു, അവരുടെ മക്കളായി, അവരുടെ കല്യാണം നടക്കാൻ വേണ്ടി അമ്മച്ചി പ്രാർത്ഥിക്കാൻ പറയാ. അപ്പൊ ആ ബന്ധം നിങ്ങൾ ഓർക്കണം, വലിയ കാര്യമാണ്. ഇനി ആ കൊച്ചുമക്കളുടെ മോടെ കല്യാണത്തിന് അമ്മച്ചിയെ കൊണ്ടുപോവോ? കിടന്ന് അമ്മച്ചിക്ക് പോകാൻ പറ്റില്ല, കൊണ്ടുപോകുന്ന അറിയില്ല. എങ്കിലും അമ്മച്ചിയുടെ കണ്ണുനീര് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു. ഞാൻ വേഗത്തിൽ അടുത്തു വരാം. ഒന്ന്, മക്കളെ, സമ്പത്ത് കൂടുമ്പോ നിന്റെ ഹിതത്തിലേക്ക് പോകരുത്. സമ്പത്ത് കൂടുമ്പോഴും ദൈവഹിതമാരായണം. ഒരു ചുവട് വെക്കുന്നതിന് മുൻപ്, ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതിന് മുമ്പ്, ഒരു കുടുംബജീവിതം ഒരു കുഞ്ഞിന് ലഭിക്കുന്നതിന് മുൻപ്, അത് മകനാകട്ടെ മകളാകട്ടെ, ഏത് ഇടങ്ങളിൽ നിന്ന് വരുന്ന ആലോചനയുമാകട്ടെ, ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുൻപ് ഫസ്റ്റ് സ്റ്റെപ്പ് ദൈവത്തിന്റെ ഹിതമാണോ അല്ലയോ എന്നറിയുന്ന ഒരു ഹൃദയം നമുക്കുണ്ടായിരുന്നു. അനുകൂല സാഹചര്യങ്ങൾ വന്നപ്പോ, സമ്പത്തുകൾ വർദ്ധിച്ചപ്പോ ആ വാതിലിനെ തുറക്കാൻ നമുക്ക് പറ്റുമെന്നൊരു ചിന്ത വന്നു. ഇനി ദൈവഹിതം ആരായണമെങ്കിൽ ആ വാതിൽ അപകടകരമാണെന്ന് അങ്ങേ അറ്റം ചെല്ലുമ്പോൾ അറിഞ്ഞു, തിരിച്ചു വരാൻ പറ്റുന്നില്ല. അന്നേരം നമ്മൾ പറയും എല്ലാവരും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഉപവാസ പ്രാർത്ഥന. നമുക്കൊന്ന് മടങ്ങി വരാം. എന്നെക്കുറിച്ചുള്ള, എൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവഹിതമാരായ നമുക്ക് ആകെപ്പാടെ പ്രാർത്ഥിക്കാൻ ഒരു പ്രവാചകൻ, മോന്റെ പേരെന്ന് പറയോ? ജിബിൻ. ഞാൻ ജിബിന്റെ ശിരസിന്റെ മേൽ ജിബിനെ നിന്നോടുള്ള ദൈവശബ്ദം എന്ന് പറഞ്ഞാൽ, ജിബിനെ ഏറ്റവും കൂടുതൽ ലിസൺ ചെയ്യുന്ന ജിബിനെ യേശുപ്പച്ചൻ എങ്ങനെ ആദരിക്കും എന്നുള്ളതാണ്. നോയലിനോടുള്ള ദൈവത്തിന്റെ ആലോചന എന്ന് പറഞ്ഞാൽ, നോയൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നോയലിനെ യേശുപ്പച്ചൻ എങ്ങനെ ആദരിക്കും എന്നുള്ളതാണ്. ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെയുള്ള ദൂതാണ്. പക്ഷെ ഞാൻ നോയലിനെ കുറിച്ച് പറയാം. നോയലെ, നിന്നെ തമ്പുര പണിത് പുറത്തെടുക്കൂടാ. നോയൽ അന്നേരം സ്തോത്രം പറയുമെന്ന് എനിക്ക് സംശയമുണ്ട്. നിന്നെ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ. നോയലെ ഒരു സ്തോത്രമൊക്കെ പറഞ്ഞോടാ, ആ ദൂതാടാ. സ്തോത്രം. തമ്പുരാൻ തന്റെ ഇഷ്ടത്തിന്, തന്റെ ഹിതത്തിന്, തന്റെ ശബ്ദം കേൾക്കുന്ന, തന്റെ ആലോചന പാലിക്കുന്ന ഒരാളായി നിന്നെ പുറത്തെടുത്തിരിക്കും. ഇതിന് സ്തോത്രം പറയാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഹല്ലേലൂയ. നമുക്ക് ഇഷ്ടമുള്ള ദൂത ഏതാണെന്ന് അറിയാമോ? നമ്മുടെ കുഞ്ഞിനെ ദൈവം എവിടെ കൊണ്ടെത്തിക്കും, നമ്മെ എവിടെ കൊണ്ടെത്തിക്കും. പ്രിയരെ, എവിടെ പോയാലും എത്തുന്ന അവസാനം ഒരു സ്ഥലമുണ്ട്. അവിടെ എത്തിയാൽ ഒറ്റയ്ക്ക് വന്ന നാം ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും, അല്ലേ? റൈറ്റ്. ഒറ്റയ്ക്ക് വന്നയാൾ എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് പോകണം, പിന്നെ ഒറ്റയ്ക്ക് നിൽക്കണം. എല്ലാവരും ഒന്ന് പറഞ്ഞോ. ഒറ്റയ്ക്ക് വന്നയാൾ എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് പോകണം, പിന്നെ നിൽക്കേണ്ടി വരും. അന്ന് ഉപ്പാപ്പൻ മാവി കൊച്ചമ്മ, മാവിയുടെ കൊച്ചമ്മയുടെ ഉപ്പാപ്പന്റെ ഒന്നും കാര്യം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പ്രിയരെ. കണക്ക് കൊടുക്കേണ്ടവർ കൃത്യമായി കൊടുത്തേ പറ്റത്തുള്ളൂ. അതിനകത്ത് 2 പക്ഷമില്ല. ഒന്ന് സ്വതന്ത്രം പറഞ്ഞാട്ടെ. 2 ശതകോടി സെക്കൻഡുകളാണ് നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ ദൈവം അനുവദിച്ചിട്ടുള്ളത്. 2 ശതകോടി സെക്കൻഡ്. എത്രയാണ്? 2 ശതകോടി സെക്കൻഡ്. ശതകോടി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ആവട്ടെ എന്ന് കരുതിയ, അല്ലെ 10-39,000 ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ദൈവമേ പകുതി മുക്കാലും ആയോ എന്നൊരാദി വേണ്ട. നമ്മൾ അടുത്തതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ദൈവമാരായാൽ ജോയലാകട്ടെ, കെൽവിൻ ആകട്ടെ, പേര് ശരിയല്ല, അതെ, ജിബിനാകട്ടെ, കസിയാകട്ടെ, അടുത്തൊരു സ്റ്റെപ്പ് വെക്കുന്നതിന് മുമ്പ് ആദ്യത്തെ പ്രാർത്ഥന, യേശുപ്പ അവിടുത്തെ ഹിതം എന്നോടൊന്ന് പറയണം. 16-ാമത്തെ വയസ്സ് മുതൽ പ്രവചന ശുശ്രൂഷ ഞാൻ കർത്താവ് കൃപ തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, കെസിയ നേരിട്ട് ദൈവശബ്ദം കേൾക്കണം. എത്ര പേര് നാമം പറയാൻ തയ്യാറാ? എന്നോട് സംസാരിക്കുന്ന യേശുവിന് ജിബിനോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. റിയലി
നമ്മുടെ ചിന്ത പ്രവാചകനോട് മാത്രമേ ദൈവം സംസാരിക്കും. അല്ല, ദൈവത്തിന് നേരിട്ട് നമ്മോട് സംസാരിക്കാനുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥന നമ്മുടെ കാതുകളെ തുറക്കുന്നതായി മാറട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന നമ്മുടെ കണ്ണുകളെ തുറക്കുന്നതായി മാറട്ടെ. നമുക്ക് മക്കളെ ഒന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് രാവിലെ, ഇന്ന് ഉച്ചകഴിഞ്ഞ് ഞാൻ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 വേഴ്സ് 1 to 4 എത്ര പേര് വായിച്ചു? വെരി ഗുഡ്. താങ്ക് യു മക്കളെ. ഇതുപോലെ ഞാൻ പറഞ്ഞാലും തോന്നല്ലോടോ, വിട്ടുപോയി. കുഴപ്പമില്ല, എന്നാലും കുഴപ്പമുണ്ട് താനും അല്ലേ മക്കളെ? ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽ, അഭിഷേകം പ്രാപിക്കാത്ത എല്ലാ കുഞ്ഞുങ്ങളും അത് നിരന്തരമായി വായിക്കണം, പ്രാർത്ഥിക്കണം. ആലയത്തിലെ ഏത് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് നമ്മൾ ആമയം പറയും. പക്ഷെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം, ഉപയോഗിക്കുന്നയാൾ അഭിഷേകം പ്രാപിച്ച ആളായിരിക്കണം. സഭയ്ക്ക് ആമയം പറയാൻ പറ്റുമോ? ആമേൻ. അത് നിർബന്ധമായിരുന്ന അഭിഷേകം, അന്യഭാഷ നിർബന്ധമായിരുന്ന അഭിഷേകം, നിർബന്ധമായിരുന്ന കാലമുണ്ട്. മുഴങ്ങാതിരിക്കും. ഞാൻ ഈ രാത്രി ആരോനെയും റനോനെയൊക്കെ നമ്മള് മുഴങ്കാലിൽ കുറച്ചു നേരം എടുത്തു കഴിയുമ്പോ അവര് പിന്നെ ആയുസ്സിൽ തന്നെ മറക്കുമെന്ന് തോന്നുന്നില്ല. ഒരു പാസ്റ്റർ കടമ്പനാടുന്ന് വന്നിട്ട് ഞങ്ങളെ ഒരു ഇരിപ്പിരുത്തി. ഭീകരന്മാരുടെ ലിസ്റ്റിലായിരിക്കാം എനിക്ക് പേരിടുന്നത് അവര്. പക്ഷേ ഒരപ്പച്ചൻ എന്നോട് പറഞ്ഞൊരു പദമുണ്ട്. ബൈബിൾ കോളേജിലേക്ക് പോകാൻ നേരം, കുട്ടി ബൈബിൾ കോളേജിൽ പോകുന്ന കൊള്ളാം, മുഴങ്കാലുകളുടെ വരം മറക്കരുത്. കാര്യം മനസ്സിലായോ എന്ന് പറഞ്ഞ മോനെ, നീ എന്തെല്ലാം പഠിച്ചാലും മുട്ടുമേൽ ബൈബിൾ കോൾ എന്ന് പറയുന്നവരുണ്ട്. അവിടെ ഇരുന്ന് മേളിൽ നിന്നും കൂടെ എന്ത് ചെയ്തേക്കണം? പ്രാപിക്കണം. അതിന്റെ അർത്ഥം കുഞ്ഞെ, ഇന്ന് അനുഭവിക്കുന്ന നന്മയുടെ പ്രധാനപ്പെട്ട കാരണം അറിവ്, കഴിവ്, ബുദ്ധി, യുക്തി, ആമേൻ, ബലം, ധനം, ജ്ഞാനം, അറിവ് ഇവകളൊന്നുമല്ല, ദൈവത്തിന്റെ കൃപയാണെന്ന് 100% ഉറപ്പുള്ള പിതാക്കന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. 100% ഉറപ്പുള്ള മാതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. എന്റെ ഏറ്റവും വലിയ ഹൃദയവേദന എന്തെന്നറിയാമോ? അടുത്തൊരു ജനറേഷനെ ഈ കൃപയുടെ കരത്തിൽ ഒന്ന് കൈമാറ്റാൻ, അടുത്തൊരു ജനറേഷൻ. ഞങ്ങളുടെ ഏറ്റവും വലിയ വേദന അതാണ്. എവിടെ ശുശ്രൂഷിക്കുമ്പോഴും നമ്മുടെ ഹൃദയം നൊമ്പരം കൊണ്ട് പിടയുന്നത് അവിടെയാണ്. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപ നമ്മൾ അവസാനിക്കുന്നതോടുകൂടെ അവസാനിക്കാതെ, അന്യഭാഷയിൽ ആരാധിക്കുന്ന, അഭിഷേകത്തിന്റെ നിറവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു ജനറേഷൻ ഇതിനകത്ത് എഴുന്നേറ്റ് ആരാധിക്കുമ്പോൾ വേറൊരാളെ കണ്ണു തുറന്ന് നോക്കാതെ, കൈയടിക്കുമ്പോൾ ആരാണ് കൈയടിച്ചെന്ന് നോക്കാതെ, വർഷത്തിൽ ഒരു ആന്റി ഹാൻഡി പറഞ്ഞു, ആ ആന്റി എവിടെ ഇരിക്കുന്നു എന്ന് നോക്കാതെ ദൈവത്തെ സ്തുതിക്കാൻ. സമ്പത്ത് വർദ്ധിച്ചപ്പോ ഏറ്റവും വലിയ പ്രശ്നം, ദൈവഹിതം ആരായാനുള്ള ആഗ്രഹം നമ്മിൽ നിന്ന് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ കൺവെൻഷൻ ഓർമ്മിപ്പിച്ച പോലെ കുടുംബ ബന്ധങ്ങൾ എത്രയോ ശിഥിലമായ വിഷയങ്ങൾ ഞങ്ങളുടെ മുൻപാകെ വന്നിട്ടുണ്ട്. എന്താരാഞ്ഞില്ല? ദൈവഹിതം ആരാഞ്ഞില്ല. ചില കുഞ്ഞുങ്ങൾ കുരുങ്ങി പഠിക്കാൻ പോയടുത്ത് തകർന്ന് തരിപ്പണമായ കുഞ്ഞുങ്ങൾ എന്താരാഞ്ഞില്ല? ദൈവഹിതം ആരാഞ്ഞില്ല. ദയവ് ചെയ്ത് നമുക്കൊന്നാമത് പറയാം, നിന്റെ ഹിതമല്ലാത്തതൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കരുത്. യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞതിൽ ഒന്നാമത്തെ വാക്ക് ദൈവത്തെ ആരാധിക്കാനാ, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം മനസ്സിലാക്കാനാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് സ്വർഗത്തിലെ ഇഷ്ടമെന്തോ അത് ഭൂമിയിലാകണമെന്ന്. എന്റെ ഇഷ്ടങ്ങളുടെ മേൽ യേശുവിന്റെ രക്തം തളിക്കുന്ന പരിപാടി അല്ല പ്രാർത്ഥന. സ്വർഗത്തിലെ ഇഷ്ടമെന്തോ അതെന്നിൽ നിറവേറേണ്ടതിനുള്ള സമർപ്പണം എവിടെ തുടങ്ങുന്നുവോ അവിടെ നിങ്ങൾക്ക് ദൈവ ഇഷ്ടത്തെ, ദൈവഹിതത്തെ ആരാഞ്ഞറിയാൻ കഴിയും. കർത്താവിന്റെ മഹത്വം വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. രണ്ട്, ആമേൻ, സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ, നിഗളം, പൊങ്ങച്ചം, ആത്മപ്രശംസ, വീരവാദം എന്നിവ സഭയിലേക്ക് രംഗപ്രവേശനം ചെയ്തു. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആത്മപ്രശംസ. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനകത്ത് പ്രശംസയുടെ 4 വാക്ക് അറിയാതെ വരും. ഒരിക്കൽ ഒരു മനുഷ്യൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്, ഭയങ്കര ആരാധന തുള്ളിച്ചടി ആരാധന. മറ്റൊരു രാജ്യത്താണ് എന്തോ ആരാധന, ഇംഗ്ലീഷിൽ അദ്ദേഹം തകർത്ത് ദൈവത്തെ ആരാധിക്കുക, അമ്മാതിരി ആരാധന. ഫൈനലി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ നാസയിലെ സയന്റിസ്റ്റ് ആണ്.
ഇത്ര വലിയ ഹൈ പൊസിഷനിൽ നിൽക്കുന്ന മനുഷ്യൻ ഇങ്ങനെ "Yes, you are right. Come with me." എന്നാ ഒച്ചയിൽ ആരാധിക്കുന്ന അറിയാമോ? തുള്ളിച്ചാടി ആരാധിക്കുക. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ കൊച്ചുമോൻ ഒരാൾ സയന്റിസ്റ്റ് ആയാൽ നമ്മൾ സ്റ്റാച്യു ആകുമെന്ന്. നമ്മുടെ സ്റ്റാൻഡേർഡ് എടുക്കത്തേ സ്തോത്രം. പാസ്റ്റർ എന്തുകൊണ്ട്? ഹല്ലേലൂയ. കർത്താവേ, ഞാനിവിടെ ഉണ്ട്. പ്രിയരെ, ഒട്ടസൂചി ഉൾപ്പെടെ തന്ന തമ്പുരാനാണെന്ന് ഉറപ്പുള്ളവരെന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. കോവിഡ് വന്നിട്ട് തട്ടിപ്പോകാതെ തമ്പുരാൻ കാത്തതിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഡെങ്കിപ്പനി, പന്നിപ്പനി, പക്ഷിപ്പനി, തക്കാളിപ്പനി, കുരങ്ങുപനി, ഏതെല്ലാം പനിയുണ്ടെന്നറിയാവോ? ഒരെണ്ണം ഒന്ന് കയറി ഇറങ്ങിയാൽ മതി, മൂക്കടഞ്ഞാൽ ഇടപാട് തെറ്റും. പിന്നെ വാ തുറന്ന് ശ്വാസം എടുക്കാൻ ശ്രമിക്കും, അതും പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഒരൊറ്റ വിളിയാ 108. 108 ആംബുലൻസാ. സ്തോത്രം. ആരുമാകട്ടെ നീ, ദയവ് ചെയ്ത് അപ്പൻ കൊണ്ടുവന്ന വാച്ച് കളിക്കാനുള്ള സ്ഥലമല്ല സഭ. കളിപ്പാട്ടങ്ങൾ കൊണ്ട് ദയവായി കുഞ്ഞുങ്ങളെ സഭാവളി കൊണ്ടുവരരുത്. ഭക്ഷണപാനീയങ്ങൾ ഉണ്ടെങ്കിൽ പുറത്തു പോയി കൊടുക്കണം. രാമേനൊക്കെ പറ. നിർബന്ധം. ഇതിന് സമുദായ സഭകളുണ്ട്. വിശേഷം ഞാൻ വന്ന കാത്തലിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അനങ്ങാൻ അനുവദിക്കത്തില്ല. എല്ലാവർക്കും ഒന്നും കസേര അവിടെ ഇല്ല. പ്രായമുള്ളവർക്ക് ഇരിക്കാം. ബാക്കിയുള്ളവരൊക്കെ എവിടെ നിന്നോണം? ഈ സ്ലീവാപ്പാതയുടെ സമയമാക്കുമ്പോ 14 സ്ഥലങ്ങളിൽ മുട്ടുകുത്തണം. പുറത്തിറങ്ങിയ മുട്ടുകുത്തുന്ന 1 തരം കല്ലിനകത്ത്. എല്ലാ കൊച്ചമ്മമാരും എന്ത് ചെയ്യും? മുട്ടുകുത്തും. ആരും ഉണ്ടോ ഇവിടെ? എനിക്കറിയാവുന്ന രാജ്യമുണ്ട്. അയ്യോ, സ്ലീവാപ്പാതയ്ക്ക് എന്നാ കരച്ചിലാന്നറിയാമോ? കുരിശിന്റെ വഴി. മക്കളെ, മലയാളം മോനെ കൂടെ ശ്രദ്ധിച്ചേ. ലിസൺ വെരി കെയർഫുൾ. ഡോണ്ട് ഡിസ്റ്റർബ്. ദയവ് ചെയ്ത് ഞാൻ ആരാണോ, എന്റെ അപ്പൻ ആരാണോ, അപ്പന്റെ അപ്പൻ ആരാണോ, അതിന്റെ അടിസ്ഥാനത്തിലല്ല നമുക്ക് ആലയത്തിൽ ദൈവം അവസരത്തെ തന്നത്. കാരണം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം അവനെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ ദൈവം തന്നെ അധികാരത്തിൽ. കുഞ്ഞു UK എന്നോ USA എന്നോ അല്ല, ഓസ്ട്രേലിയ എന്നോ ന്യൂസിലൻഡ് എന്നോ ഇവിടെ വന്ന് അവൻ ആരാധിക്കാതിരിക്കാനുള്ള അനുവാദം ഇല്ല. രാമൻ പറ. ഒന്നും വരട്ടെ, കൈയുണ്ടോ കൈയടിക്കണം, വായുണ്ടോ വാ തുറന്ന് ദൈവത്തിന് സ്വന്തം പറയണം. യോഗം കഴിഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങട്ടെ. ആര് ജയിക്കുമെന്നറിയാമോ? മെയ് 4 ഭയങ്കര ചർച്ചയാ. പിള്ളേരിടയ്ക്കോട്ട് ചെന്നേ. ഞാൻ ഈ പെൺപിള്ളേരെ നടക്കും ആൺപിള്ളേരെ നടക്കൊക്കെ മീറ്റിംഗ് കഴിഞ്ഞിട്ടൊരു ക്യാമ്പിന് ആർക്ക് ശബ്ദമില്ല, എല്ലാരും ഭയങ്കര ഭയഭക്തിയോടെ ആരാധിക്കുന്നു. യോഗം കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കും. അന്നേരമാണ് ഓരോരുത്തരുടെ ഒച്ച ഞാൻ കേൾക്കുന്നത്. അവള് ഭയങ്കര ഒച്ച, വേറെ ആൾ അതിനേക്കാൾ ഒച്ച. ഞാൻ ഈ ഒച്ച വെച്ച ആളുകളെ മുഴുവൻ അവരറിയാതെ നോട്ട് ചെയ്തിരുന്നു. പിന്നെ 2ാമത്തെ സെക്ഷന് ക്ലാസ് ഉണ്ട്. ഞാൻ പറഞ്ഞു സാമ്പാറിന് വേണ്ടി ഒച്ച വെച്ച ആളിവിടെ ഇരിപ്പുണ്ട്. അന്നേരം ഭയങ്കര താഴ്മ. ഞാൻ പറഞ്ഞു വന്നത്, മോനെ ഇങ്ങോട്ട് ശ്രദ്ധിച്ച്. പപ്പ US-ലോ അല്ല UK-ലോ ഗൾഫിലോ ഒക്കെ ആകട്ടെ, അവിടെ വരുമ്പോഴും ആ സമ്പത്തിന്റെ സുഖമുള്ള ഒരു വീട് ദൈവം നിനക്ക് ഈ നാട്ടിൽ തന്നെങ്കിൽ അതിനകത്ത് പാർക്കാൻ ദൈവം അനുവദിച്ചത് ദൈവത്തിന്റെ കരുണയാണ്. ആ വീട്ടിൽ പാർക്കുന്ന നീ ആലയത്തിൽ വന്നാൽ ആ വീടിന്റെ ബലമോ അപ്പന്റെ ബലമോ ആരോഗ്യത്തിന്റെ ബലമോ സൗകര്യങ്ങളുടെ ബലമോ ദൈവസന്നിധിയിൽ കാണിക്കരുത്. കൈയുണ്ടോ ഇടത്തും വലത്തുമുള്ളവനെ ഞോണ്ടാതെ മാന്താതെ പേന കൊണ്ട് കുത്താതെ പെൻസിൽ കൊണ്ട് മാന്താതെ അവൻ ഭയഭക്തി ബഹുമാനത്തോടുകൂടെ പ്രൊസ്ക്യൂനിയോ എന്ന പദത്തിന്റെ അർത്ഥം ബൗ ഡൗൺ ബിഫോർ ഹിം എന്നുള്ളത്. കവിണ്ണ് വീണ് ദൈവത്തെ ആരാധിക്കണം. ലക്ഷ്യോ എന്ന പദത്തിന്റെ അർത്ഥം ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. സെബോമ എന്ന പദത്തിന്റെ അർത്ഥം ദൈവത്തെ സേവിക്കണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആരാധിക്കാൻ ആ ദൈവം നമ്മെ കൊണ്ടുവന്നത് അവൻ പള്ളി പാരമ്പര്യങ്ങൾ നിന്നലകളിൽ പിതാക്കൾ
ഭക്തന്മാരോട് ദൈവം ഇടപെട്ടിട്ട് ഇവിടുത്തെ കലങ്ങി മറിഞ്ഞൊഴുകുന്ന ആറ്റിലോ തോട്ടിലോ അവർ സ്നാനപ്പെട്ടിട്ട് ഈ വഴിത്താരയിലൂടെ തമ്പേറിന്റെ പാട്ടും അതിന്റെ മേളത്തോടുകൂടെ ഇത്രയുമല്ല ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാൻ അവൻ ആ കാലത്തിന്റെ പശ്ചാത്തലം അങ്ങോട്ടും പാടി അവൻ സ്നാനം ചെയ്യുവാൻ കൃപ തന്ന ദൈവത്തിന് സ്വന്തം പാടി പരസ്യമായി അവരെ കളിയാക്കിയ നാട്ടുകാരുടെ മുൻപാകെ അവരെ ദൈവം തലവകർത്താൻ അനുവദിച്ചില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ എന്നെനിക്ക് പെന്തക്കോസ്തിന്റെ ചരിത്രത്തിൽ ഈ സ്ഥലത്തിന്റെ പേരുണ്ടെന്ന് എനിക്കറിയാം. അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്താറുണ്ട് ഞാൻ. അപ്ഡേഷൻ. അവരുടെ തലമുറകൾ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് പഴയപള്ളിയിലേക്ക് പാലായനം ഓടിച്ചെന്ന് കയറി ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ക്ഷമയോദിക്കേണ്ടി വരാൻ ദൈവം അനുവദിച്ചില്ല. ഈ പുസ്തകം ചുമന്നതിന്റെ മാന്യത ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ചൊന്ന് സ്വതന്ത്രം പറയണം. വസ്തുവകകൾക്ക് വില കൊടുക്കാതെ അപ്പനമ്മമാർ അവനെ എതിർത്തപ്പോഴും നാട്ടുകാരും കൂട്ടുകാരും വിടക്കം നന്ദി കളിയാക്കിയപ്പോഴും അവരുടെ പാട്ടു കുറഞ്ഞില്ല. അവർക്ക് അന്ന് ഏറ്റവും വലിയ ആവേശം ആരാധിക്കാൻ വരാനായിരുന്നു. അവരുടെ ഏറ്റവും വലിയ ഹൃദയം ഈ വചനമൊന്ന് വായിച്ചു തീർക്കാനായിരുന്നു. അവർക്ക് കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുമ്പോഴും അല്പം വിശ്രമത്തിന് ലഭിക്കുന്ന നിമിഷങ്ങൾ പുഴുക്കാണോ അല്ല എരിവുള്ള മുളകിന്റെ ചട്ടിയാണോ ചമ്മന്തിയാണോ ഒക്കെ കഴിച്ചിട്ട് തെങ്ങിന്റെ ചുവട്ടിലോ എവിടെങ്കിലുമൊക്കെ ഇരിക്കുമ്പോ അവർ വെറുതെ ഇരുന്നില്ല. മുഴങ്കാൽ നടത്തി അന്നോ പ്രാർത്ഥിച്ചു ദേശത്തിന്റെ വിടുതലിന് വേണ്ടി, പുതിയ കുടുംബങ്ങൾ വരേണ്ടതിന് വേണ്ടി. നമുക്ക് തന്നെ നമ്മെ നോക്കാം. പുതിയ കുടുംബങ്ങൾ എത്ര എണ്ണം നമ്മുടെ സഭയിൽ വന്നിട്ടുണ്ട്. ബയോളജിക്കൽ ഗ്രോത്ത് ആണ് മിക്കവാറുള്ള സഭകളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നാനപ്പെട്ടു, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു, സ്നാനപ്പെടുന്നു, അടുത്ത കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു, ബയോളജിക്കൽ ഗ്രോത്ത് ആണ്. സുവിശേഷീകരണം അതിന്റെ ആവശ്യകത സഭകളിൽ നിന്ന് വഴിമാറിപ്പോയോ എന്ന് നാം ചിന്തിക്കേണ്ട അതീവ ഗൗരവമുള്ളൊരു കാലത്തിലാണ് നിൽക്കുന്നത്. വേദപുസ്തകത്തിലേക്ക് വേഗത്തിൽ ഞാൻ വന്നുകൊള്ളട്ടെ. അപ്പൊ അതുകൊണ്ട് ദയവ് ചേർന്ന് നിഗളം നമ്മിൽ കയറരുത്. സമ്പത്ത് തന്ന സൗകര്യങ്ങളിൽ ഒരിക്കലും ആത്മപ്രശംസ നമ്മളിൽ പാടില്ല. മറ്റൊരു കാര്യം ക്ഷമയില്ലായ്മയാണ്. സമ്പത്ത് നമുക്ക് വരുത്തി വെച്ച ഏറ്റവും അതീവ ഗുരുതരമായ ഒരു രോഗം ക്ഷമയില്ലായ്മയാണ്. ചെറിയൊരു വിഷയം ഉണ്ടായി, ക്ഷമിക്കണോ ക്ഷമ പറയണോ, അതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല. ഒരു സഭയില്ലെങ്കിൽ 10 സഭ. ആളുകൾ കണ്ടില്ലേ, വഴക്കുണ്ടാക്കി വേറെ സഭകളിൽ പോകുന്ന കണ്ടിട്ടില്ലേ? അവരവിടെ പോയി അന്യഭാഷയിൽ ആരാധിക്കുമല്ലോ. ഭയങ്കര പോയി ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. അവര് പറയുന്നത് യേശു അവരുടെ കൂടാണെന്ന്. കാരണം അവര് വേദപുസ്തകത്തിലെ യേശുവിനെ അല്ല ആരാധിക്കുന്നത്, അവര് വരച്ചുണ്ടാക്കിയ ഒരു യേശു ഉണ്ട്. എന്തു പറഞ്ഞാലും കുഴപ്പമില്ലാത്തൊരു യേശു ഇല്ല. വേദപുസ്തകം പറയുന്നത് യാഗപീഠത്തിൽ വരുമ്പോ നിന്റെ സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരാമയും പറയാമോ? യേശു കർത്താവ് നേരിട്ട് പറഞ്ഞ ദൈവത്തിന്റെ വചനമാണ്. നിനക്ക് തോന്നുമെങ്കിൽ. സാധാരണ ഈ ക്ഷമ പറയുന്ന അവസരങ്ങളൊക്കെ പണ്ടത്തെ യോഗങ്ങളിലൊക്കെ ഈ ക്ഷമ പറച്ചിൽ ഒരു യോഗത്തിന്റെ ഒരു ഭാഗമായിരുന്നു. ഉപവാസ പ്രാർത്ഥനയൊക്കെ നടക്കുമ്പോൾ 21-ന്റെ ആദ്യത്തെ ദിവസം 3 ദിവസമൊക്കെ നിരപ്പിന്റെ ശുശ്രൂഷയ്ക്ക് അപ്പച്ചന്മാർ രംഗത്തിറങ്ങും. അവരിങ്ങനെ കൈയോട് ആളുകളെ പിടിക്കും. അച്ഛാ രണ്ടുപേരും അച്ഛാ, തെളിവ് സഹിതം പറയും. അതാ വേറെ പ്രശ്നം. ഇന്നത്തെ രാവിലത്തെ യോഗത്തിന് വന്ന ആൾക്കാർ വൈകിട്ട് വരുമോന്ന് എനിക്ക് സംശയമുണ്ട്. വൈകിട്ട് വന്ന ആൾക്കാർ അടുത്ത ദിവസം വരുമോന്ന് അറിയില്ല. കാരണം ഇദ്ദേഹം 3 ദിവസം കണ്ടിന്യൂസ്. ആ 3 ദിവസത്തിനകം വെച്ച് 2 പേരോട് മിണ്ടാതിരുന്നയാളും 5 പേരോട് മിണ്ടാതിരുന്ന ആൾക്കാരെല്ലാം സഭയിൽ എന്ത് ചെയ്യും? എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് ഈ ബൈബിൾ എടുത്തിട്ട് കർത്താവിന്റെ നാമത്തിന് മഹത്വം, എന്റെ സഹോദരനോട് ഞാൻ അറിയാതെ അല്പം ദേഷിച്ചു പോയി, കർത്താവിന്റെ നാമത്തിൽ എന്നോട് എന്ത് ചെയ്യണം? അയ്യോ, അത് കഴിഞ്ഞിട്ടുള്ള ആരാധനയ്ക്കകത്ത് തീ കത്തും. അത് കഴിഞ്ഞിട്ടുള്ള ആരാധനയ്ക്ക് ദേശത്തിന്റെ അധിപതികൾ ദേശം വിട്ടു പോകും. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇപ്പൊ ക്ഷമയില്ലായ്മ, ക്ഷമിക്കാൻ പറ്റാത്തത്, പകയുടെ ചിന്തകൾ ഹൃദയത്തിൽ എന്നോ ഏറ്റവും ഒരു മുറിവാണ്. പക്ഷെ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ആവശ്യകത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു തോന്നൽ വന്നാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞ പോലെ
ബൈബിൾ കോളേജ് ഏറ്റവും നല്ല ഒരു തലത്തിലാണ് ഞാൻ കണ്ടത്. പക്ഷെ അവിടെയും എന്നെ അല്പം ഡിസ്റ്റർബ് ചെയ്തൊരു മനുഷ്യനുണ്ടായിരുന്നു. ഞാൻ പ്രവാചകനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം ഈ പ്രവചനത്തിന്റെ ട്യൂണിൽ എപ്പോഴും എന്നോട് സംസാരിക്കും. ഞാൻ എവിടെ ചെന്നാലും അദ്ദേഹം എന്നെ എന്റെ ദാസനെ എന്നേ വിളിക്കത്തുള്ളൂ. എനിക്കാണെങ്കിൽ അദ്ദേഹത്തോട് ഭയങ്കര ദേഷ്യമായി. ഞാൻ എവിടെ പോയാലും, ലൈബ്രറി നിശബ്ദതയുടെ സ്ഥലമാണ്, അദ്ദേഹം പതുക്കെ വന്ന് എന്റെ കാതിൽ പറയും, എന്റെ ദാസനെ സുഖമാണോ? ഞാൻ അദ്ദേഹത്തെ റൂമിൽ ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ പഠിക്കാൻ വന്നതാണ്, എന്നെ കൊല്ലരുത്. അദ്ദേഹം പിന്നെ ആവർത്തിച്ചു. ഞാൻ അവസാനം അച്ഛാന്നുള്ള വിളി മാറ്റി ബ്രദറെ നാക്കി. പിന്നെ അദ്ദേഹം അങ്ങ് ക്ലൈമാക്സിലെത്തി. ഞാൻ അദ്ദേഹത്തിന്റെ റൂമിൽ ചെന്ന്, എടോ തന്നോടാ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ വിശുദ്ധന്റെ വിശുദ്ധി നഷ്ടപ്പെടുന്നു. നാക്കിന് ലോക്ക് വീണതിന്റെ കൂടി ഞാൻ തിരിച്ചു പോരേണ്ടി വന്നു. പക്ഷേ സ്പിരിച്വൽ എംഫസൈസ് വീക്ക് സഭയിൽ ബൈബിൾ കോളേജിൽ നടക്കുമ്പോൾ ഫസ്റ്റ് ഇയേഴ്സിന്റെ ഡ്രോ വിട്ട് സെക്കൻഡ് ഇയേഴ്സിന്റെ രണ്ടാമത്തെ ഡ്രോയിലേക്ക് എനിക്ക് പോയി ഇരിക്കേണ്ടി വന്നു. ഞാൻ ഇരുന്നത് നമ്മുടെ പ്രതിയുടെ അടുത്താണ്. ഞാൻ നോക്കിയപ്പോൾ പുള്ളി ഭയങ്കര അന്യഭാഷ. എന്നാലും എനിക്കൊരു സംശയം, ആന്റി, എന്തെന്നറിയാമോ? ഒരേ ഉറവയിൽ നിന്ന് കയ്പും മധുരവും വരുമോ? ഞാൻ തുടർന്ന് എനിക്ക് പറ്റത്തില്ല. അന്ന് ശുശ്രൂഷിച്ച പാസ്റ്റർ പറഞ്ഞേ, സാർ അധ്യാപകൻ പറഞ്ഞു, സ്വന്തം അപ്പന്റെ അടുത്ത് ഏശാവെന്ന് യാക്കോബ് പറഞ്ഞു, സ്വർഗത്തിലെ അപ്പൻ പേര് ചോദിച്ചപ്പോ യാക്കോബ് എന്ന് പറഞ്ഞു. ഈ യോഗത്തിന്റെ പരമാധ്യക്ഷൻ സ്വർഗത്തിലെ അപ്പനാണ്. നിന്റെ അടുത്ത് നിൽക്കുന്ന സഹോദരനോട് അവൻ അറിയാത്തൊരു പക നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ കർത്തൃമേശയിൽ കൈ നീട്ടരുത്. AK-47 അവസാന ബുള്ളറ്റും തീർന്ന പോലെ എനിക്ക് തോന്നി. ശരിക്കും പ്രസംഗം അങ്ങനെ ഇരുന്ന് കേൾക്കണം. ഏതാ? ബുള്ളറ്റ് പ്രൂഫ് ഇടാതെ സഭ വന്നിരിക്കണം. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. വചനം കേറി ഇറങ്ങണം. വചനത്തിനാലുള്ള മുറിവ് നമ്മിൽ ഉണ്ടാകണം. രാമൻ പറഞ്ഞാട്ടെ, ആ മുറിവ് പഴുക്കാനല്ല, ആ മുറിവ് പുഴുത്തു പോകാനല്ല, ആ മുറിവ് എന്നെ ശാസനത്തിന്, തർജനത്തിന്, ഗുണീകരണത്തിന് എന്നെ വെടിപ്പുള്ളവനാക്കി നിത്യതയിൽ ഞാൻ എത്തുന്നതിന് തടസ്സമുള്ള എന്റെ വേണ്ടാത്ത സ്വഭാവങ്ങളെ ചെത്തിമാറ്റുന്ന വാളാണ് ദൈവവചനമെന്ന വെളിപ്പാടിൽ വ്യാപരിക്കട്ടെ. സ്തോത്രം. ക്ഷമയില്ലായ്മ പണ്ടത്തെ വർഷമായിരിക്കാം, അപ്പച്ചന്റെ കാലമാകാം, അപ്പന്റെ കാലമാകാം. ആ കുടുംബത്തോട് നമുക്കൊരു പ്രശ്നം. അവരെ കാണുമ്പോൾ പഴയ കാര്യത്തിന്റെ ഒരു 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 തിരനോട്ടം, വെള്ളി വെളിച്ചം പോലെ, അഭ്രവാളികളിൽ വരുന്ന പോലെ നമുക്കൊരു ചിന്ത, വേണ്ടായിരുന്നു, എന്നെ പരിപാടിയായി പോയി. എത്രയോ പ്രാവശ്യം അത് മറന്നിട്ട് നമ്മൾ കർത്തൃമേശ എടുത്തു. കഴിഞ്ഞ ദിവസം കർത്താവ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദേശമാണ് യേശുവിനോടൊപ്പം ഒരത്താഴം. ഈ ദിവസങ്ങൾ അതിന്റെ പണിപ്പുരയിലാണ്, പ്രാർത്ഥനാ മുറിയിലാണ്. യേശുവിനോടൊപ്പം ഒരത്താഴം. അയ്യോ, കഴിഞ്ഞ ദിവസം ഞാൻ കരഞ്ഞ് 2 മണിക്കിരുന്ന്. കാരണം ആ അത്താഴത്തിനൊരു പ്രത്യേകതയുണ്ട്. താൻ പ്രൗഢി കാണിക്കേണ്ട ആ അരക്കച്ചയെടുത്തിട്ട് അരയിൽ കെട്ടി താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ, അയ്യോ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മുടെ നടുവിൽ ഒരു പാദ ശുശ്രൂഷ വെച്ചാൽ ആരുടെ പാദം കഴിയുമെന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. വാട്സപ്പ് ഗ്രൂപ്പ് അതിനുവേണ്ടി വേണം. നേരത്തെ ആൾക്കാർ ബുക്ക് ചെയ്യും, ജോയലെ നിന്റെ പാദം നോയൽ കഴുകുന്നതായിരിക്കും, നോയലെ നിന്റെ പാദം ജോയൽ കഴുകും. പാദ ശുശ്രൂഷ തിരുവചനപ്രകാരം ശരിയോ തെറ്റോ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. യഹൂദന്റെ സംസ്കാരങ്ങളിൽ ഒന്നാണത്. അത് ചെയ്യുന്നതുകൊണ്ട് തെറ്റുണ്ടോ? ഒരു തെറ്റും ഇല്ല. താനും ഒരു സ്വോത്രമൊക്കെ പറ. സ്വോത്രം. ഞാൻ ഒരിക്കലും ഒരു ചർച്ച ചെന്നപ്പോ അവിടെ ഈ പാദ ശുശ്രൂഷയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ആ ശുശ്രൂഷ. അപ്പൊ ഞാനും പാസ്വേഡ് അങ്ങോട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞ പുറകിലിരിക്കുന്ന അപ്പച്ചന്റെ കാലം നീ കഴുകണമെന്ന്. ഞാൻ പാസ്റ്റർ, ഞാൻ ദൈവശബ്ദം കേട്ടു പാസ്റ്റർ. ഞാൻ പറഞ്ഞില്ല, അപ്പച്ചന്റെ പാദം കഴുകാൻ ഞാൻ തീരുമാനിച്ചിരിക്കും പാസ്റ്റർ. ഓക്കെ പാസ്റ്റർ. അപ്പച്ചന് 3-4 വർഷമായി നടുവിന് നട്ടലിന് വേദന വന്നിട്ടെ. നിങ്ങൾക്ക് ബാക്കി കാര്യം മനസ്സിലായെന്ന എന്റെ ചിന്ത. അത് കാടിനകത്ത് അഗസ്ത്യാർവനം ഉണ്ടല്ലോ, തിരുവനന്തപുരം ഭാഗം, ഉള്ളേറിയലൊരു സഭയാണ്, ഒരു ഇൻഡിപെൻഡന്റ് ചർച്ച. അവർക്ക് ഈ പാദ ശുശ്രൂഷയൊക്കെ ഉണ്ട്. ഞാൻ ഈ അപ്പച്ചനെയും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങാതെ കർത്താവ് പറഞ്ഞു, പാസ്റ്റർമാമ എടുത്തിച്ചിരി സോപ്പ് മേടിച്ചേക്കാൻ.
ഞാൻ പാസ്മാമ എടുത്തു, പാസ്മാമ സോപ്പ് വേണം. പാസ്മാമ എന്തിനോട് മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് സോപ്പ് വേണം. ഞാൻ ഈ മുട്ടിന് താഴോട്ട് നോക്കിയപ്പോ നന്നായിട്ട് കഴുകിയിട്ട് കാലങ്ങളായി. ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കാലിലെ നഖനിപ്പുണ്ട്. കർത്താവ് പറഞ്ഞേ സോപ്പ് മേടിച്ച് നന്നായിട്ട് കഴുകിക്കോളാൻ. നന്നായിട്ട് ആ പാദം കഴുകി. അപ്പച്ചൻ കരഞ്ഞ് ഇടപാട് തെറ്റി. മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. നടുവിന് വേദനയായിട്ടൊന്ന് കുനിഞ്ഞി പാദം ഒന്ന് കഴുകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. 1.5 ബക്കറ്റ് വെള്ളം എടുക്കേണ്ടി വന്നു അദ്ദേഹത്തിന്റെ 2 പാദം കഴുകാൻ. അദ്ദേഹം എന്റെ പാദം കഴുകാൻ വേണ്ടി തുടങ്ങിയപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ട് കപ്പിങ്ങനെ ഓടിച്ചിട്ട് ഞാനിങ്ങ് കയറിപ്പോയിരുന്നു. അദ്ദേഹത്തിന് ഞാനൊരു ചുംബനം കൊടുത്ത് കരം കോർത്തു പിടിച്ച് അകത്തേക്ക് വന്നപ്പോ കർത്താവിന്റെ സാന്നിധ്യം എന്റെ ഹൃദയത്തിൽ അനുഭവിപ്പാൻ കർത്താവ് കൃപ തന്നു. ആരാണ് വലിയവൻ? ശിഷ്യന്മാരുടെ നടുവിൽ ഒരു വലിയ പ്രശ്നമായിരുന്നു. ആരാണ് വലിയവൻ? ഈ ഒരു ചിന്ത സഭകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. സാക്ഷി പറയാൻ നേരം പാസ്റ്റർമാരുടെ ഹൃദയം പുറത്തു വരാറുണ്ട്. ചിലർ കർത്താവിന്റെ മഹത്വം സഭയോട് ചേർന്ന് പാസ്റ്ററിങ്ങനെ ഞെട്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹം എന്ത് പറയും? ചില സാക്ഷി പറയാൻ നേരം പാസ്റ്റർ പേടിക്കും. എന്താ? ആ സാക്ഷ്യത്തിലൂടെ ആർക്കെങ്കിലും ഒരു വേദന വന്നാൽ അത് 1 മാസത്തെ യോഗത്തിനുള്ള കാരണമാകും. ദയവ് ചെയ്ത് നമ്മുടെ വാക്കുകളാകട്ടെ, നമ്മുടെ പ്രവൃത്തികളാകട്ടെ, ദൈവം തന്ന നന്മയല്ലാതെ മറ്റൊന്നുമില്ലെന്ന് ഉറപ്പുള്ളവർ സ്തോത്രം പറഞ്ഞാട്ടെ. ICUവിന്റെയും NICUവിന്റെയും MICUവിന്റെയും CCUവിന്റെ ഒക്കെ മുൻപിൽ ചെന്ന ഞാനൊരു പാസ്റ്ററാണ്, പ്രാർത്ഥിക്കണമെന്ന് അങ്ങോട്ട് പറയണ്ട. ആളുകൾ ഓടിക്കേറി വന്ന് ഏത് മതസ്ഥരാണെങ്കിലും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും. കാരണം അകത്ത് കിടക്കുന്നയാള് പ്രാണനും മരണവും തമ്മിലുള്ള വെല്ലുവിളികളുടെ മുൻപിലാണ്. ഇന്ന് പകലിൽ അതിനകത്തൊന്നും കിടത്താതെ ഈ പ്രായത്തിലും ആരോഗ്യത്തോടെ ദൈവം നമ്മെ കൊണ്ടുവന്നെങ്കിൽ ഹൃദയത്തിന്റെ താളം തെറ്റാതെ, കരള് കല്ലായി പോകാതെ, വൃക്കകൾക്ക് കേടില്ലാതെ, കണ്ണിന്റെ കാഴ്ച പോകാതെ, കാതിന്റെ കേൾവി നഷ്ടപ്പെടാതെ, ഓർമ്മശക്തി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നഷ്ടപ്പെടാതെ ദൈവം നമ്മെ കൊണ്ടുവന്നതിന് ഒന്ന് കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞിട്ട് അവിടുത്തെ ദയയ്ക്ക് സ്തോത്രം. കൃപയുടെ മഴ പെയ്യണമെങ്കിൽ ശ്രമിക്കുന്ന ഹൃദയമുണ്ടാകണം. കേട്ടോ മക്കളെ? കൃപയുടെ മഴ പെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ക്ഷമിക്കുന്ന ഹൃദയമുണ്ടാകണം. എങ്കിലേ ദൈവത്തിന്റെ കൃപ അവിടെ ചലിക്കുകയുള്ളൂ. ക്ഷമയില്ലായ്മ സഭയിലെ വലിയൊരു പ്രശ്നമാണ്. ചില ആളുകൾ ക്ഷമ പറയാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പറയാറുണ്ട്, കർത്താവിന്റെ മഹത്വം ഇന്ന് കേട്ട ദൂതനായി കിച്ചു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും അന്നേരം. കാരണം ഈ ക്ഷമ പറയാനുണ്ട ഭയങ്കര കിച്ചുണ്ടാവും. ദൈവാസനോടെ പറഞ്ഞ പോലെ എനിക്ക് ആരോടും ഒരു പ്രശ്നമില്ല, പിന്നെ എന്തിനാ എഴുന്നേറ്റെന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇനി അടുത്തതാണ് നമ്മൾ പറയുന്ന അടുത്ത കള്ളത്തരം. ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ എത്ര സ്ഥലത്ത് കേട്ടിട്ടുണ്ടെന്നറിയാമോ? തമ്പുരാൻ പോലും വേദനിച്ചിട്ടുണ്ടാകും. നമുക്കങ്ങ് സമ്മതിക്കാം. കുറവുണ്ടെങ്കിൽ എന്നൊരു വാക്ക് വരുമ്പോ ഒന്നുകൂടെ സ്കാൻ ചെയ്യാനല്ലേ ദൈവത്തിന്റെ അടുത്ത് പറയുന്നത്. MRI ക്ലിയർ ആയില്ലെന്നല്ലേ അതിന്റെ അർത്ഥം. നമുക്കങ്ങ് സമ്മതിക്കാം, കർത്താവേ കുറവ് ഉണ്ട്. നിങ്ങളെ കുറിച്ച് പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടില്ല, 3ാമതൊരാള് കേട്ടിട്ട് അത് റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കേൾപ്പിച്ചെന്നിരിക്കട്ടെ. ആ ആടടുത്ത് വന്ന് നിങ്ങൾ ആരാധിക്കാനിരിക്കുക. എന്തായിരിക്കും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാവുക? അച്ഛനെ കുറിച്ച് മറ്റേ പുള്ളി ഈ ഇടയ്ക്ക് അങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ട്, അവർക്ക് വളവിടാൻ ഭയങ്കര ഇഷ്ടമാണ്. അറിഞ്ഞില്ല, അച്ഛനെന്ന് അറിയണ്ട, അച്ഛൻ കൈ കൊടുക്കോ എന്ന് വെച്ച് ചെയ്യ. ഞാനായിരുന്നെങ്കിൽ എന്നിട്ട് അദ്ദേഹം ഭയങ്കര സിമ്പിളായിട്ട് ആരാധിക്കുകയും ചെയ്യും. അതാ വേറെ പ്രശ്നം. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്, ആരാധിക്കാൻ പറ്റുന്നില്ല, മനസ്സ് ഭയങ്കര സംഘർഷം. അവിടെയാണ് ക്ഷമയെന്ന വിഷയത്തിന്റെ നമ്മുടെ ഭാഗത്താണ് നീതി. 100% എന്റെ ഭാഗത്താണ് നീതി. അദ്ദേഹം പ്രവചന ഭാഷ പറഞ്ഞ് കളിയാക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, നീ അങ്ങോട്ട് ക്ഷമ പറയാൻ. ക്രിസ്ത്യൻ ക്ലിയറായിട്ട് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യണം? എന്നോട്. പക്ഷെ സ്വർഗത്തിലെ നീതി നമ്മുടെ നീതി അല്ല. ഒന്ന് സ്തോത്രം പറയാമോ? മലയാളം കേൾക്കുന്ന എല്ലാവരും കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. മനസ്സിലാകുന്ന എല്ലാവരും ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. എന്റെ നീതി അല്ല ദൈവം. അത് ഭർത്താവിനോടാകട്ടെ, ഭാര്യയോടാകട്ടെ, പ്രായം കൂടട്ടെ, പ്രായം കുറയട്ടെ, മക്കളോടാകട്ടെ, കൊച്ചുമക്കളോടാകട്ടെ. ഒന്ന് ശ്രദ്ധിച്ചോ, SORRY എന്നൊരു പദമുണ്ട്. എന്താ അതിന്റെ അർത്ഥം? സോറി. അതൊന്ന് പറയണം.
പറയണം. നമ്മുടെ പ്രായം അതിന് അനുവദിക്കുന്നില്ല, നിത്യതയിൽ പോകാനും അതിന് അനുവാദമില്ല. അവിടെയാണ് വിഷയം. നമ്മൾ ആരുമാകട്ടെ, എന്റെ മകനോട് ഞാൻ സോറി പറയേണ്ടി വന്നാൽ ഞാൻ സോറി പറയും. എന്റെ മകളോട് സോറി, ഐ എം സോറി, ഐ എം റിയലി സോറി, ബ്രൈറ്റ് ഐ എം റിയലി സോറി. എന്റെ വൈഫിനോട് സോറി പറയണമോ? സി ഐ എം സോറി. അങ്ങനെ പറയുമ്പോ ഞാൻ ചെറുതാകുന്നത് പോലൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ചെറുതാകുമ്പോഴാണ് കർത്താവിന്റെ കൈ എന്റെ മേൽ വെക്കുന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. ഒരുമിച്ചൊന്ന് സ്വതന്ത്രം പറഞ്ഞാട്ടെ. കാറ്റിനെതിരെ നിൽക്കാനല്ല നമുക്ക് വേണ്ടത്. കാറ്റ് നമ്മിലേക്ക് വീശുമ്പോ ഒന്ന് തല താഴ്ത്തി കൊടുത്ത് തായ് തടി ചെല്ലിക്കം പകിലവും ആടിയുലഞ്ഞ് ഉല്ലസിക്കുന്ന കൃപയുടെ കാറ്റ്, അത് ദൈവസഭയ്ക്കകത്ത് വന്നാൽ, ക്ഷമയുള്ളവരാണ് ദൈവസഭയിലുള്ളതെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം, ഇതിനകത്തുനിന്ന് ദുർഗന്ധം പുറത്തു വരില്ല. പിന്നെയോ ആ അരോമ പുറത്തു വരും. ഒന്ന് സ്വതന്ത്രം പറഞ്ഞാട്ടെ. ക്രിസ്തുവിന്റെ സൗരഭ്യവാസന പുറത്തു വരും. പ്രിയരെ, മക്കൾ ഉൾപ്പെടെ, കൊച്ചുമക്കൾ ഉൾപ്പെടെ മോനെ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ക്ഷമിക്കണം. ഐ എം സോറി. ഐ-ഓയാകുന്ന പരിപാടിയാണ് ക്ഷമ പറച്ചിൽ. ഐ-ഓയാകുക. ഐ ഇങ്ങനെ എഴുതിയാൽ മതി, ഓ എഴുതണോ ഇങ്ങനെ എഴുതണം. അതിന്റെ അർത്ഥം നമ്മളങ്ങ് താഴ്മ ധരിക്കുക. അതല്ലേ വേദവസം പറഞ്ഞേ, കർത്താവിന്റെ സന്നിധിയിൽ താഴ്വിൻ. അതിലൊരു കാര്യം, ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. പരസ്പരം കൈകൊടുക്കാത്തയാൾ കർത്തൃമേശയിൽ കരം നീട്ടരുത്. കാരണം കർത്താവ് തന്റെ കരം വെച്ച് അനുഗ്രഹിക്കുന്ന മേശയാണ് കർത്താവിന്റെ മേശ. കർത്താവിന്റെ മേശമേൽ ഒരാൾ പങ്കാളിയാകുന്നു, ആ നിശ്ചയമായും സഹോദരന് കരം കൊടുക്കാൻ തയ്യാറാകണം. സഹോദരിക്ക് കരം കൊടുക്കാൻ തയ്യാറാകണം. ഒരു ആർട്ടിഫിഷ്യലായിട്ട് കാണിക്കുന്ന അഭിനയമാകരുത് വിശുദ്ധ ചുംബനം. ഒന്ന് സ്വതന്ത്രം പറഞ്ഞാട്ടെ. ചെവി കൊണ്ട് കൂട്ടിമുട്ടിക്കുന്ന പരിപാടി അല്ല വിശുദ്ധ ചുംബനം. പണ്ടൊക്കെ ഈ വിശുദ്ധ ചുംബന സമയത്ത് സഹോദരന്മാർ തമ്മിലും അത് പറയുമ്പോ മാറാനാഥ എന്നൊരു പദം ഉപയോഗിക്കുമായിരുന്നു. അപ്പച്ചമാര് കവിണ്ട് വീണ് കിടന്ന് കരഞ്ഞിട്ടുണ്ട്. കാരണം ഇനിയും അവര് പോകുന്ന നിന്ന കേൾക്കാനാ, ഇനിയും അവര് പോകുന്നത് പരിഹാസം കേൾക്കാനാ. പക്ഷെ കർത്താവിന്റെ കൂടെ ഒരു മേശ. അവസാനം പറഞ്ഞു, ഇത് ആമേൻ, മേശമേൽ അപ്പവീഞ്ഞുകൾ ശേഷിക്കുന്നു. ഇത് വിളിച്ചു പറയുന്ന നമ്മുടെ കർത്താവ് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ല. അവരാ കർത്താവ് തൻ ഗംഭീരനാദത്തോടും എന്ന പാട്ട് പാടുമ്പോ അവരുടെ പ്രതീക്ഷ വേദനകളില്ലാത്തൊരു നാട്ടിലേക്ക് കൊണ്ടുപോകാൻ രാജാവ് വരുന്നുണ്ട്. അതാണ് അവർ ഭാരങ്ങളെ മറന്ന പാടാൻ അവർക്ക് ആത്മബലമായി മാറിയത്. ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിന് അത്യാഗ്രഹം, വാദപ്രതിവാദം, കലഹം, അമേൻ, കോടതി കയറ്റം, ഇതെല്ലാം സമ്പത്ത് സഭയ്ക്ക് നൽകിയ ആമേൻ വേദനാജനകമായ മാരക രോഗങ്ങളാണ്. പണ്ടത്തെ കാലഘട്ടത്തിൽ സഭയിൽ ഒരു വിഷയം ഉണ്ടായാൽ അത് സഭയിൽ പരിഹരിക്കും. ഇന്ന് സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ കോടതി പരിഹരിക്കും. കാരണം അറിയാമോ, അതിന് വക്കീലിന് കൊടുക്കാനുള്ള കാശ് നമ്മുടെ പക്കൽ ഉണ്ട്. പണ്ടതില്ലായിരുന്നു. പണ്ട് കരയും, ഓടിച്ചെന്ന് കരം കോർത്തു പിടിച്ചിട്ട് അങ്ങ് ക്ഷമ പറയും. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. വേഗത്തിലേക്ക് എനിക്ക് രണ്ടുപേരെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം. ഒരു ചോദ്യം കൂടെ നമ്മുടെ മുമ്പിൽ. സമ്പത്ത് വർദ്ധിച്ച് നമ്മുടെ അടുക്കളയുടെ ഭാഗത്തൊരു സ്പെഷ്യൽ ഡോറിന്റെ അവിടെ വേറൊരു ഡോറ്, പിന്നെ കയറുന്നിടത്ത് മറ്റൊരു ഡോറ്, ഈ ബുള്ളറ്റ് ടൈപ്പുള്ള ലോക്ക് 1 2 3 4, പിന്നെ ഇങ്ങനൊരു സാക്ഷ, ഇങ്ങനൊരു സാക്ഷ, ഇങ്ങനൊരു സാക്ഷ, ഇങ്ങനൊരു സാക്ഷ. ഇതെല്ലാം കഴിഞ്ഞാൽ ഉറക്കം വരുന്നില്ല. പണ്ട് ഈ ചെറ്റക്കുടിൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അതിനകത്തില്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് കമ്പ് വെച്ച് ഇങ്ങനെ വെച്ചിട്ട് അപ്പച്ചനൊക്കെ കൂർക്കം വലിച്ചുറങ്ങുന്ന 4ാമത്തെ വീട്ടുകാർ കേൾക്കുമായിരുന്നു. അന്ന് സമാധാനം ഉണ്ടായിരുന്നു. ഇന്ന് CCTV വെച്ചിട്ട് പോലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക്, എനിക്കറിയാവുന്ന ഒരു ആള് സഭയെ വന്നിരുന്നിട്ട് CCTV നോക്കും. ആലയത്തിലായിരിക്കണം, അന്നേരം അദ്ദേഹം നോക്കും വീട്ടിൽ ആരെങ്കിലും കയറുന്നുണ്ടോ എന്നുള്ളതാണ്. എന്തിനു വന്നതെന്ന് എനിക്കറിയില്ല. CCTV ഹല്ലേലൂയ. ഇടയ്ക്ക് അതേ ഒരു ഹല്ലേലൂയ പറയും, ഇടയ്ക്ക് നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യും. ഉറങ്ങുന്ന സമയം എന്തായാലും CCTV. ദൈവമക്കളെ, ശരിക്കും നമ്മുടെ വീടിന്റെ മതിലിന്റെ ബലമോ ഗേറ്റിന്റെ ഉറപ്പൊന്നുമല്ല. ഹൈടെക് കള്ളന്മാരുണ്ട്, ഹൈടെക് കള്ളന്മാർ. ചെവി അറിയാതെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ മിടുമിടുക്കന്മാരുണ്ട്.
തമ്പുരാന്റെ സാന്നിധ്യം തീമതിലായി ഇതുവരെ നമ്മെ പരിപാലിച്ചതിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്വർഗത്തിലെ ദൂതഗണങ്ങളുടെ കാവൽ നമ്മൾ ഉറങ്ങാൻ നേരം ഉറങ്ങാതെയും മയങ്ങാതെയും പരിപാലിച്ച ദൈവകൃപയ്ക്ക് രാമൻ പറഞ്ഞാട്ട് 10-16 ആളുകൾ പാമ്പ് കടിയേറ്റ് മരിച്ചെന്ന സത്യം നിങ്ങൾ അറിഞ്ഞെന്ന് എന്റെ അറിവ് ശരിയാണെങ്കിൽ നിന്റെ കാലിൽ അത് തൊടാതെ നിന്റെ വഴികളിൽ ദൈവത്തിന്റെ പരിപാലനം പകർന്നതിന് രാമൻ പറയണം. ഈ വേനൽ മഴയിൽ ഇടിമിന്നലേറ്റ ആളുകൾ മരിച്ചെന്ന സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനകത്ത് നമ്മുടെ പേര് വരാതെ ദൈവം കാത്തതിന് ഒന്ന് സ്തോത്രം പറയണം. മരിച്ചവരും അവരുടെ വേദനകളിൽ നമ്മൾ പങ്കാളികളാകുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. എന്നാൽ ഇന്ന് രാത്രി പരിപാലനമോർത്ത് ഒന്ന് സ്തോത്രം ചെയ്യാൻ ദൈവമക്കൾ മറക്കരുത്. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഈ സമ്പത്ത് കൂടി ഇപ്പൊ മനുഷ്യൻ 2-3 രോഗങ്ങൾ കയറി. അതിലൊന്ന് വിഷാദമാണ്, 2 ഉത്കണ്ഠയാണ്, 3 ഉറക്കമില്ലായ്മ വലിയൊരു പ്രശ്നമായിട്ട് വന്നേക്കാണ്. ഉറക്കമില്ലായ്മ കുറഞ്ഞു, ഉറക്കമില്ലായ്മ വലിയൊരു പ്രശ്നമായി. 2 ആകുലതയുണ്ടായി, അതുകൊണ്ട് മാറാരോഗങ്ങൾ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. ഇത്രയും പ്രശ്നങ്ങൾ ഈ സമ്പത്തിന്റെ ആധിക്യം നമുക്ക് സമ്മാനിച്ച രോഗങ്ങളാണ്. പണ്ട് നന്നായിട്ട് കൈയടിച്ച് ആരാധിക്കുമെന്ന് തന്നെ ഒരു കാര്യം നിങ്ങൾ നന്നായിട്ട് അറിയണം. ഈ കൈ ഇങ്ങനെ അടിക്കുമ്പോ ആ രക്തം ഒന്ന് ഹീറ്റാകും. ചൂടാകുന്നത് തന്നെ നമ്മുടെ ശരീരത്തിനൊരു ആരോഗ്യം കൂടെയാണ് കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുന്നത്. ഇപ്പൊ പിന്നെ കൈയടി അത്ര ഇല്ലാത്തതുകൊണ്ട് വളരെ ശാന്തമായതുകൊണ്ട് രക്തം ചൂടാവുന്നില്ല, നമ്മളും ചൂടാവുന്നില്ല. സഭ മോർച്ചറി അല്ലെന്ന് ഞാൻ പറയാറുണ്ട്. മൃതമായ ശരീരങ്ങളെ കൊണ്ടുവെക്കുന്ന സ്ഥലമല്ല സഭ, ജീവനുള്ള ദൈവത്തിന്റെ സഭയാണ്. കരമുയർത്തിയ രാമൻ പറഞ്ഞാട്ടെ. ആന്റി, പണ്ടത്തെ വെളിപ്പാടിലേക്കൊന്ന് തിരിക്കുക. മാതാവേ, നിന്റെ തലമുറയെ തകർക്കാൻ ശത്രു വല്ലാതെ വെല്ലുവിളിച്ചപ്പോ പ്രാർത്ഥനാ മുറിയിൽ നിയോഗം ലഭിച്ചിട്ട് മുഴങ്കാൽ മടക്കി യേശുവിന്റെ നാമത്തിൽ നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ലെന്ന് പറഞ്ഞ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ ദൈവത്തിന്റെ തീ ഇറങ്ങി തലമുറയെ വിടുവിച്ച ഇന്നലത്തെ ചരിത്രമുണ്ടല്ലോ. അച്ഛാ, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച് കൊള്ള കെട്ടിയതുപോലെ ഇന്ന് രാത്രിയിലും ഇവിടെ വന്നിരിക്കാൻ അനുവദിച്ച മഹാദൈവത്തിന്റെ ഉണ്ടല്ലോ. ഇന്ന് രാവിലെ അതോർത്ത് ദൈവത്തെ ഒന്ന് സ്തോത്രം പറയാൻ അടകമാന സന്തല ജലാതനാദന ആ കാലത്തിലേക്കൊന്ന് മടങ്ങി വരാൻ, ആ അഭിഷേകത്തിന്റെ നോവിലേക്കൊന്ന് മടങ്ങി വരാൻ, ആ ആത്മശക്തി ഒന്ന് ഏറ്റെടുക്കാൻ. അടുത്ത ഒരല്പം കട്ടിയുള്ള ചോദ്യമാണ് കേട്ടോ മക്കളെ, എല്ലാവരും ശ്രദ്ധിക്കണം. ജിബിൻ ഉൾപ്പെടെ കേട്ടോ. ജിബിൻ നല്ല പേര്. ജിബിൻ ഉൾപ്പെടെ. എൽവിനെ, ഈ ദൂത് ഒരു ഇച്ചിരി കട്ടിയുള്ള ദൂത. ജോയലെ, മക്കളെ ഈ ദൂത് ഒന്ന് കേൾക്കണം കേട്ടോടാ. 1, 2, 3 സ്പീക്കറിന്റെ തൊട്ട് താഴെ ഇരിക്കുന്നയാൾ, റോസ് ഷർട്ട്, കൈയൊന്ന് ഉയർത്തിക്കോ. അദ്ദേഹം തന്നെ. മോനെ, ഈ ശബ്ദം ഒന്ന് ഗ്രഹിക്കണം, ബാക്കിയുള്ള എല്ലാരും ഗ്രഹിക്കണം. ഞാൻ ഈ കുഞ്ഞുങ്ങളെ ഒന്ന് സ്പെഷ്യലി ഒന്ന് കെസിയ ഉൾപ്പെടെ കേട്ടോ മക്കളെ. ഇനി പ്രായമുള്ളവരോടും എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യം, ഒന്ന് ശ്രദ്ധിച്ചോ, എല്ലാരും ശ്രദ്ധിച്ചോ, എല്ലാരോടും ഉള്ള ദൂത്. ശവക്കുഴിക്കപ്പുറം സമ്പത്തുണ്ടോ എന്നുള്ളതാണ്. എല്ലാരും കേട്ടോ? എല്ലാരും ഒന്ന് പറഞ്ഞേ. ശവക്കുഴിക്കപ്പുറം പറഞ്ഞോ, അപ്പുറം സമ്പത്തുണ്ടോ? ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന ആഫ്രിക്കൻ മിഷണറി പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് എന്തെന്നറിയാമോ? ഞാൻ പണമില്ലാത്ത സമ്പന്നനാണ്. എന്താ പറഞ്ഞേ? ഞാൻ എന്താ അതിന്റെ അർത്ഥം? എന്താ? അദ്ദേഹത്തിന് ഇവിടെ എന്തില്ല? സമ്പത്തില്ല. പിന്നെ എവിടാണ്? അപ്പൊ നമുക്ക് അതിലേക്ക് വരാൻ പോവാണ്. ഇച്ചിരി കട്ടിയുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. സ്വർഗത്തിൽ സമ്പത്തുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ബന്ധുമിത്രാദികൾ അത്രയും വന്നിടും ശവക്കുഴി വരെ. അതിന്റെ അർത്ഥം ശവക്കുഴി വരെ. അന്ന് ഈ പപ്സും പഴവും പിന്നെ ഒരു ഉഴുന്നുവടയും കൂടെ ഉണ്ടെങ്കിൽ നല്ലത്. വിത്തും വിത്തൗട്ടും ആണെങ്കിലും കുഴപ്പമില്ല. ഇതെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ തുടച്ചിട്ട് അങ്ങോട്ട് എറിയുമ്പോ അവിടെ കൊണ്ട് തീരും. ഭയങ്കരമായിട്ട് കരഞ്ഞവര് കല്യാണക്കാരും പറയുന്നത് കണ്ടിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് നിലവിളിച്ചവര്. എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. ചില സ്ഥലത്ത് ഞാൻ അവിടെ നിൽക്കാതെ ഓടിയിട്ടുണ്ട്. അവരവരുടെ ലോകത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അടക്കം കഴിഞ്ഞോടുകൂടെ ഒടുക്കമായിട്ടുണ്ട് ആ ആക്ക്. പിന്നെ അവര് ഞാൻ ഇപ്രാവശ്യം പോയിട്ട് പക്ഷെ ഒന്നും പറയണ്ടടി. എന്നിട്ട് ഭയങ്കര ചെറിയ ആഹ്ലാദം. ഞാൻ അവിടുന്ന് എസ്കേപ്പ് ആകാറുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും. അങ്ങനെ ഒരു കാര്യം നടന്നോന്ന് പോലും അറിയാത്ത ആളുകളുണ്ട്. നിങ്ങൾ ആർക്ക് വേണ്ടി എത്ര അധ്വാനിച്ചാലും ഒരു കാര്യം ഉറപ്പാണ്, അടക്കം കഴിഞ്ഞാൽ അധികമാരും നിങ്ങളുടെ കാര്യം പറയില്ല.
അതുകൊണ്ട് മക്കളെ വളർത്തിയാലും കൊച്ചുമക്കളെ വളർത്തിയാലും കടപ്പാടുകളും കടമകളും ചെയ്യണം. കടപ്പാടുകളും കടമകളും ചെയ്യണം. പക്ഷേ ശവക്കുഴിക്കപ്പുറം സമ്പത്തുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ എന്ത് കർത്താവിന് വേണ്ടി ചെയ്തെന്നുള്ളതാണ്. ഈ ദശാംശ സ്വതരാഴ്ചയൊക്കെ തമ്പുരാൻ തരുന്നതിനാന്ന് കൊടുക്കുന്നതാ. എല്ലാവരും കേട്ടോ, ദശാംശ സ്വതരാഴ്ച എന്താണ്? തമ്പുരാൻ തരുന്നതിൽ നിന്ന് കൊടുക്കുന്നതാണ്. ആരോഗ്യം ദൈവം തന്നു, ഓക്സിജൻ ഫ്രീ. ഒരാമയും പറ. ഹല്ലേലൂയ. കാലുകളുടെ അസ്ഥിയുടെ കാര്യം ഓർത്തോ ഡിപ്പാർട്ട്മെന്റ്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ഒപ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ്, ഇതെല്ലാം കൂടെ നോക്കി തമ്പുരാൻ പരിപാലിക്കുന്നതിന് എത്ര രൂപ കൊടുക്കണം? എല്ലാവരും ഒരു സ്തോത്രമെങ്കിലും പറയണ്ടേ? അതരഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തണം, അതിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. കേട്ടോ മക്കള്? സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. മാരക രോഗങ്ങൾ വന്ന കുഞ്ഞുങ്ങൾ, സ്കിൻ ഡിസീസ് വന്ന കുഞ്ഞുങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിന്റെ കാല്, അതിന്റെ ഉപ്പൂറ്റിയുടെ ആ ഭാഗം എല്ലാം ഡ്രൈ സ്കിന്നാണ്. ചില സമയത്ത് ചോര അതുവഴി പുറത്തേക്ക് വരും. അവൾ നടക്കാൻ വളരെ ബന്ധപ്പെട്ട കെസിയ അവിടെയാണ് കുഴപ്പമില്ലാതിരിക്കുന്നത്. കാലിന്റെ ഉപ്പൂറ്റിയിലൊക്കെ ആ ത്വക്ക് വേറെ എവിടുന്നും കിട്ടത്തില്ല. കൈയുടെ വെള്ളക്കത്തെ ത്വക്ക് വേറെ എങ്ങൊന്നും എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. അത്ഭുതകരവും അതിശയകരമായി ദൈവം നമ്മെ ചമച്ചതിൽ ഒരാമയെ പറഞ്ഞാട്ടെ. സ്വന്തം വേഗത്തിൽ എനിക്ക് വചനത്തിലേക്ക്, ഞാൻ ആ ദൂതിലേക്ക് വരിക. മോനെ, ഇന്ന് മരിച്ചാൽ നീ യേശുപ്പച്ചന് വേണ്ടി എന്ത് ചെയ്തെന്നുള്ളതിന് എന്തുത്തരം പറയും? ബഷീർ പറഞ്ഞതിന്റെ കൂട്ട് എന്റെ ഉപ്പാപ്പനൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിടത്ത് കാര്യമില്ല. നമ്മൾ യേശുപ്പച്ചന് വേണ്ടി എന്ത് ചെയ്യുന്ന ചോദ്യം. ഇതൊന്നും അല്ല ഞങ്ങൾ പ്രതീക്ഷിച്ച ദൂത. ഏലിയാവിന്റെ തീ പറയാൻ പറഞ്ഞാൽ എനിക്കത് പറയാൻ നന്നായിട്ട് അറിയാം. പക്ഷെ ഇന്ന് രാത്രി എനിക്ക് ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിന്റെ ഉത്തരവാദിത്വം അത് മറക്കാതിരിക്കാൻ കഴിയില്ല. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. പിതാക്കന്മാരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അവർ സുവിശേഷത്തിന്റെ ദീപശിഖ മറ്റൊരാളിലേക്ക് പകരുന്നതിനകത്ത് വിശ്വസ്തരായിരുന്നു. അവരുടെ തണലിൽ പാർക്കാൻ ദൈവം നമുക്ക് കൃപ തന്നു. അടുത്ത ജനറേഷൻ അതിന്റെ തണലിൽ പാർത്തു. എവിടെ ഇരിക്കുന്നു? അടുത്ത തണലിൽ പാർക്കുന്ന ഒരു തലമുറ. എന്റെ ചോദ്യം, ജിബിൻ യേശുപ്പച്ചന് വേണ്ടി എന്ത് ചെയ്യാനാ പ്ലാൻ എന്നുള്ളതാണ്. ജിബിനെ ആഗ്രഹമാണ്. മോനെ, നിന്റെ അയർലൻഡിലായിക്കൂടെ എന്ന് പറഞ്ഞാൽ ആമയം പറയും. സ്കോട്ട്ലൻഡ്, ന്യൂസിലൻഡ്, പോകട്ടെ കുഞ്ഞുങ്ങൾ, ഒരു ആമയം പറ. ആ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കാൻ കർത്താവ് അവസരം തന്നു. ഭൂമിയുടെ രണ്ടറ്റം പല രാജ്യങ്ങൾ. ദൈവമക്കൾ ഉള്ളതുകൊണ്ടല്ലേ പോകാൻ പറ്റിയത്. അവരവിടെ പാർക്കുന്നതുകൊണ്ടല്ലേ നമുക്ക് അവിടെ പാർക്കാൻ സ്ഥലം ലഭിക്കുന്നത്. ആ യാത്രകളൊന്നും ഞാൻ തടസ്സമല്ല. പക്ഷേ ദൈവം നിന്നെ അയക്കുന്നിടത്ത് നീ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. ചില ആളുകളൊക്കെ ചില രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച പ്രാർത്ഥന. പണ്ട് വെള്ളിയാഴ്ചയാണ്, ഇപ്പൊ ഞായറാഴ്ചയിലേക്ക് വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരില്ല, മീൻ പിടിക്കാൻ പോവാണ് അവരവിടെ. ഏതാ ഇവിടെ ഒന്നാം തരം ഈ മത്തി വറുത്ത് കൊടുത്താൽ വേണ്ടാത്തയാള് അവിടെ ചെന്നിട്ട് മുളക് പൊടിയായിട്ടൊക്കെ പോവുക. കനലിനകത്ത് മീനെ എന്ത് ചെയ്യുക? ചുട്ട് കഴിക്കുക. വെള്ളിയാഴ്ച പ്രാർത്ഥനയില്ല. ഞായറാഴ്ച ടൂറിന് പോവുകയാണ്. ആരാധനയ്ക്ക് കൂടിയിട്ട് എത്ര കാലങ്ങളായി ചിലരൊക്കെ പ്രാർത്ഥിച്ചില്ല. പാസ്പോർട്ട് കൈവച്ച് കർത്താവേ എന്റെ കുഞ്ഞിനെ അയക്കണം. എന്ത് കരച്ചിലായിരുന്നു. പോസ്റ്റുമാരില്ല, പാസ്പോർട്ട് കൊടുക്കുന്നതിന്റെ അന്ന് ആദ്യം എടുത്ത് ദൈവം അയച്ചു. നന്മകൾ വന്നു. നിങ്ങൾക്കറിയാമോ, ഒരുമാതിരിപ്പെട്ട ഫാമിലിയൊക്കെ ടൂർ പോകുന്ന ഞായറാഴ്ചയാണ്. നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ കാണില്ല, ഞങ്ങൾ ഒരു സ്ഥലം വരെ ടൂർ പോവുകയാണ്. പണ്ടത്തെ അപ്പച്ചന്മാരുടെ അടുത്ത് വല്ലതും ടൂറിന്റെ കാര്യം പറയാൻ പറ്റുമോ പ്രിയരെ? അവരുടെ അടുത്ത് വല്ലതും അപ്പച്ച അടുത്ത ആഴ്ച ഞാൻ കാണത്തില്ല. എവിടെ പോവാണോ? അല്ല സഹോദര ബ്രദറെന്ന് വല്ലതും ആണോ വിളിക്കുന്നത്? തീർന്നില്ലയോ കാര്യം? എങ്ങോട്ട് പോവാ? അവര് സ്ട്രിക്റ്റ് ആയിട്ട് ചോദിക്കും. ഞായറാഴ്ച സഭായോഗം മുടക്കി ഒരു യാത്ര വേണ്ട എന്ന് കൃത്യമായി പറഞ്ഞു. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അന്ന് ആരാധിച്ചതിന്റെ നന്മയ്ക്കകത്ത് ഇന്ന് രാത്രി നമ്മൾ നിൽക്കുന്ന അന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ കരവും ശബ്ദമുയർത്തി ഒരുമിച്ച് നാമേ പറഞ്ഞാട്ടെ. ഒരു കൊച്ചു കുഞ്ഞിനെ പേരെന്തായിരുന്നു? ജുവാന കുഞ്ഞു കുഞ്ഞായിരുന്നൊരു സമയമുണ്ട്. പല്ലില്ലാത്ത ഒരാള് കേട്ടോ, ജുവാന ഇല്ലേ? ആരനെ കുഞ്ഞു കുഞ്ഞായിരുന്നൊരു കാലമില്ലേ? ഉണ്ട്. ഇങ്ങനെ കൈക്കകത്ത് എടുത്തോണ്ട് ഒരു കുഞ്ഞു തുണി കഷ്ണത്തിനകത്ത് ഇങ്ങോട്ട് പൊതിഞ്ഞ് ലേബർ റൂമിൽ വെച്ച് തരും.
പിന്നെ വലിയ ആളായി പ്രായമൊക്കെ ചെല്ലുമ്പോ ഒരു വലിയ തുണിക്കഷ്ണത്തിനകത്ത് പറഞ്ഞു വിടും. അത്രയല്ലേ ഉള്ളൂ. ശരിയല്ലേ? കിള്ളാന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് തുടങ്ങും, അയ്യോ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ട് കരയിപ്പിച്ചിട്ടൊരു പോക്ക് പോകും. ശരിയല്ലേ? ഒരാളെടുക്കും, 4 പേര് കൊണ്ടുപോകും. അത്രയല്ലേ ഉള്ളൂ നമ്മള്. ഇനി ഈ 10,000-ന്റെ പെട്ടി മേടിച്ചാലും 20,000-ന്റെ സ്വർഗപ്പെട്ടി, ഇടയ്ക്ക് ഒരു പെട്ടിയുടെ കൂടെ ഒന്ന് സെൽഫി എടുത്താൽ കൊള്ളാൻ തോന്നി. കാരണം അമ്മാതിരി പെട്ടി, അതിനകത്ത് പാട്ടൊക്കെ ഉണ്ട്. ബോഡി ഇച്ച അടക്കിയാലും യെരൂശലേം വീടൊക്കെ അതിനകത്ത് ഇങ്ങനെ കേൾക്കാം. ആർക്ക് കേൾക്കാനാന്ന്? ആ പുള്ളി ആയുസ് പാടിയിട്ടുണ്ടോന്നും എനിക്കറിയില്ല. അപ്പൊ സ്വർഗപ്പെട്ടി, ആ പെട്ടിയുടെ പേരാണ് സ്വർഗപ്പെട്ടി. വമ്പം പെട്ടി, സെൽഫി എടുത്താൽ കൊള്ളാം, വമ്പം പെട്ടിയാ. പക്ഷെ അതിന്റെ അടിഭാഗം പറങ്കിമാവിന്റെ പലക കൊണ്ടുള്ളതാ. കാരണം എന്നാലേ പുഴു പെട്ടെന്ന് പിടിക്കത്തുള്ളൂ, അതാ. ബാക്കിയെല്ലാം നല്ല ഗെറ്റപ്പാ, കണ്ടാൽ ഒരു 1.5 ഗെറ്റപ്പാ. അത്രയേ ഉള്ളൂ നമ്മൾ. എന്റെ ചോദ്യം, ഈ ബാങ്കിൽ ബികോം ഡിഗ്രി അങ്ങനെ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഡിഗ്രി ബികോം ചെയ്യുന്ന ആരെങ്കിലും, ബാങ്കുമായി ബന്ധപ്പെട്ട ആരെങ്കിലും? ഓക്കെ, ഞാൻ വരിക. മാത്സ് ഇഷ്ടപ്പെട്ട എത്ര പേരുണ്ട്? മാത്സ് ഇഷ്ടമാണോ? മാത്സ് ഓക്കെ, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. SSLC ഒരു പരുവത്തിനാണ് നമ്മൾ രക്ഷപ്പെട്ടത്. പ്രീ ഡിഗ്രിക്ക് പിന്നെ പൊളിറ്റിക്സ് എടുത്തു, അതാകുമ്പോൾ മാത്സ് ഇല്ലല്ലോ എന്ന് കരുതി കൃപയാൽ രക്ഷപ്പെട്ടു. ഏറ്റവും കൂടുതൽ അടി മേടിച്ചിട്ടുള്ളത് മാത്സിന്റെ ടീച്ചറിന്റെ കയ്യിൽ നിന്ന്. ബാങ്കിലെ ജോലിയുള്ള ആളുകളെ, ഉദ്യോഗാർത്ഥികൾ, അവിടെ ജോലിയുള്ള ആളുകളോട് വീട്ടിൽ പാർത്തിട്ടുണ്ട്, അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കണക്ക് വന്നത്, പിന്നെ പോയത്, പിന്നെ ബാലൻസ് ഉള്ളത് മൊത്തം ക്ലോസ് ചെയ്തിട്ട് വേണം അവർക്ക് ആ ചെയറിൽ നിന്ന് എഴുന്നേക്കാൻ. 80 വയസ്സ് വരെ ജീവിക്കാൻ ദൈവം അനുവദിച്ചു, 110 വരെ പോട്ടെ. ഇന്നത്തെ പത്രത്തിനകത്ത് കിടക്കുന്നതാണ്. ഇന്നത്തെ ഒരു പുതിയ വാർത്ത ഞാൻ കേട്ടു. നീലത്തിമിങ്ങന്റെ കയ്യിൽ നിന്ന് ഒരു പ്രത്യേക ടൈപ്പുള്ള പ്രോട്ടീൻ എടുത്തിട്ട് മനുഷ്യന്റെ ശരീരത്തിൽ അത് വെച്ചാൽ 200 വയസ്സ് വരെ ജീവിക്കാന്ന്. അയ്യോ, സ്തോത്രം. ഒരു കാലം കഴിയുമ്പോൾ നമുക്കൊരു പ്രാർത്ഥന, ഒന്നിൽ അങ്ങോട്ട് എടുക്കണം, അല്ല ഇങ്ങോട്ട് വരണം. ഈ പ്രാർത്ഥന തുടങ്ങും. യാഥാർത്ഥ്യ. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, നല്ല വീട് നമ്മൾ കണ്ടു, നല്ല മക്കളെ കണ്ടു, അവരുടെ നന്മയൊക്കെ കണ്ടു, അതൊന്നും സ്വർഗത്തിലെ പ്രതിഫലത്തിന് കാരണമല്ല. ഞാൻ നല്ല പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന സ്റ്റിക്കർ ഒട്ടിക്കുന്നതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. ജീവൻ ഇപ്പൊ യേശുപ്പച്ചന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ എന്ന് പറഞ്ഞ യോഗത്തിന്റെ ഈ സമയത്തല്ല, ഈ ആയുസിൽ എന്ത് ചെയ്യാൻ പറ്റും മോനെ. കോളേജ് പഠിക്കുന്ന അവസരത്തിൽ ഒരു പെൺകൊച്ച് അവന്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ ഏത് പ്രശ്നത്തിനും യേശു മതിയായവനാണ്, ആരും നിന്നെ മറന്നാലും യേശു മറക്കത്തില്ല. അവൻ അന്ന് അവളെ റോസ്റ്റ് ചെയ്തു. കാര്യം മനസ്സിലായോ? അവന്റെ പശ്ചാത്തലവും അവന്റെ വിഭാഗവും, അവൻ വന്ന അവന്റെ വീടൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര കുടുംബത്തിലെ വലിയ തറവാട്ടിലെ പുള്ളിയാണ്. ആ പുള്ളി ആ പെന്തക്കോസുകാരി കൊച്ചിനെ അന്ന് റോസ്റ്റ് അങ്ങ് ചെയ്തു. കുറെ കാലം കഴിഞ്ഞപ്പോൾ ജീവിതം മടുത്തിട്ട് ഒരു കയറിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചു. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ കാതിൽ ഒരു ശബ്ദം കേട്ടു. അവള് പറഞ്ഞ ആ വാക്ക്, യേശു എല്ലാ പ്രശ്നത്തിനും ഉത്തരമാണ്. കഴുത്ത് കുരുക്കിട്ടത് കരുത്തലേക്കിടാതെ മുട്ടുമടക്കിയിട്ട് പറഞ്ഞു, അങ്ങനെയുണ്ടെങ്കിൽ എൻ്റെ ഈ മുറിക്കകത്ത് അങ്ങിറങ്ങി വരണം. സംഭവിച്ച യാഥാർത്ഥ്യം ഞാൻ വിളിച്ചു പറയാം. ആ ആൾ മണക്കാല FTS സെമിനാരിയിൽ വന്ന് പഠിച്ച് കൃപയാൽ താൻ ഇന്ന് കർത്താവിന്റെ വേലയിലാണ്. ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ജീവിതത്തിൽ ലഭിക്കപ്പെടുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ യേശുവിനെ പ്രസന്റ് ചെയ്യാൻ ഇവനെ കഴിയുന്നില്ലെങ്കിൽ മോനെ നാണക്കേടാണ്. ജോയലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്ത് ജോയൽ യേശുപ്പച്ചനെ പ്രസന്റ് ചെയ്യാൻ പറ്റണം. നോയലിന്റെ കൂട്ടുകാരന് നോയൽ യേശുവിന്റെ വകയാണെന്ന തിരിച്ചറിവില്ലെങ്കിൽ, അവൻ കാണുന്ന സിനിമ, അവൻ കാണുന്ന സീരിയൽ, അവൻ കാണുന്നതെല്ലാം നമ്മൾ കാണുന്നെങ്കിൽ അവനും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസം ഇല്ല. ഞങ്ങളുടെ വീട്ടിലൊന്നും കാണാൻ സമ്മതിക്കുന്നില്ല, കഥ പറയടാ എന്ന് പറഞ്ഞ് അങ്ങോട്ടിരുന്ന BTSന്റെ പാട്ടും കേട്ട്, പിന്നെ DJയുടെ ആ പാട്ടില് ഇങ്ങനൊക്കെ ഇരിക്കുന്ന പിള്ളേരെ ടൂർ പോകണമല്ലോ, സ്കൂളിന്റെ ടൂർ വിട്.
ടൂർ വിടുമ്പോൾ അതിനകത്ത് പാട്ടങ്ങോട്ട് ഒച്ചത്തിലിട്ട് കഴിയുമ്പോ ഈ ശാന്തരായിരിക്കുന്നവരൊക്കെ ചാടുന്ന ചാട്ടം കാണണമല്ലോ. മറ്റവനെ ഇടിച്ച് ബഹളം ഉണ്ടായിക്കളായി. സാർമാർക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണെന്നറിയാമോ? കാരണം അവൻ ആ താളാത്മകതയ്ക്കകത്താണ്. പക്ഷെ ആരാധനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. 12:20 ആകുമ്പോ പാസ്റ്റർ നോക്കി പറയുന്ന സ്തോത്രം മർത്താനുള്ള സ്തോത്രമാണ്. ഒരിക്കലും വാച്ച് ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞ സ്തോത്രം. ഇങ്ങനെ മീറ്റിംഗ് ഇങ്ങനെ കത്ത് നിൽക്കുക. പഴയകാല HMTയുടെ വാച്ചുള്ള സമയം കേട്ടോ. ഈ വാച്ചല്ല, HMTയുടെ വാച്ചുള്ള സമയം. ഞാൻ പാസ്വേഡ് നടത്ത പാസ്വേഡ് ഓ അതുകൂടെ കേട്ടപ്പോഴേ ഇല്ല. വാച്ച് ഉയർത്തി കാണിച്ച് അച്ഛനോട് ദൂത് പറയാനൊരു നിയോഗം. ഞാൻ ഇങ്ങനെ വരാൻ നേരം അച്ഛൻ ഇങ്ങനെ സൈഡ് കൊടുത്തിങ്ങനെ പാസ് അങ്ങോട്ട് പൊക്കോളാൻ. ഞാൻ ആ ചരിഞ്ഞ തലയിൽ അങ്ങ് പിടിച്ചു. അന്നേരം ഹല്ലേലൂയ. ഞാൻ അച്ഛാ ഡ്രൈവർ ആണല്ലോ അച്ഛാ. ഈ റബ്ബർ തടി കൊണ്ടേ പെരുമ്പാവൂരോട്ട് പോകാൻ നേരെ ഒരു വളവിന് വെച്ച് അച്ഛൻ ഉറങ്ങിയായിരുന്നു. ഓർമ്മയുണ്ടോ ചോദിച്ചു. അടുത്തിരുന്ന കിളിയും അവനും ഉറക്കമായിരുന്നു. നിങ്ങളുടെ ദേഹത്തൊരു കൈ വന്ന് തട്ടിയത് ഓർമ്മയുണ്ടോ ചോദിച്ചു. നീ ഞെട്ടി എഴുന്നേറ്റത് കൊണ്ട് തടിക്കകത്ത് നിന്റെ തല വീണ് ചിതറിത്തെറിക്കാതെ പരിപാലിച്ച ദൈവത്തെ അച്ഛൻ ഓർമ്മയുണ്ടോ ചോദിച്ചു. വാവിട്ടൊന്ന് കരഞ്ഞു കേട്ടോ. ചിലത് മറന്നുപോയതാ നമ്മൾ സ്തോത്രം പറയാൻ മസിൽ പിടിക്കുന്നതിന്റെ കാരണം. ഓർമ്മയുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഒന്ന് സ്തോത്രം പറയണം. ഒരു ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ജീവനോടെ വീടിനകത്ത് വരാൻ ദൈവം കൃപ തന്നെങ്കിൽ നന്ദിയോടൊന്ന് സ്തോത്രം പറഞ്ഞേക്കണം. നോക്കിയ ഡോക്ടർമാരുടെ മിടുക്കൊന്നുമല്ല നമ്മൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. ആണിപ്പഴുള്ളവന്റെ കരമരികിൽ വന്നിട്ട് നിന്റെ വീടിനകത്ത് കരിങ്കൊടിക്കാതെ നിന്റെ വീട് വിലാപത്തിന്റെ വീടായി മാറാതെ, മരണത്തിന്റെ വേദനയുടെ ശബ്ദം മുഴങ്ങുന്ന വീടാകാതെ, പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ കരത്തിലുള്ളവൻ ഇറങ്ങി വന്നിട്ടുള്ള വീടുകളിൽ മക്കളില്ലേ? ഡാളസിലോ ടെക്സാസിലോ ഹൂസ്റ്റണിലോ ആമേൻ മരുഭൂമിയിലോ ഓൺലൈനിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ നാളെ ഈ സന്ദേശം കേൾക്കുമ്പോ 120 കിലോമീറ്റർ സ്പീഡിലും 110 കിലോമീറ്റർ സ്പീഡിലൊക്കെ വിദേശ രാജ്യങ്ങൾ വാഹനം ഓടിക്കാറുണ്ട്. 130 വരെ പോകാറുണ്ട്. അറിയത്തില്ല നമ്മൾ. അമ്മാതിരി വാഹനമാണ്, അമ്മാതിരി സ്പീഡാണ്. ഫിലദൽഫിയ ഡാളസിൽ വെച്ച് നടന്ന ഒരു ആക്സിഡന്റിന്റെ ചിത്രം. ഒരു കുടുംബം സമയത്തും അവർ സഞ്ചരിച്ചതാ. കാറ് തവിട് പൊടി. പക്ഷെ ആ കാറിലിരുന്ന 4 പേർക്കും ഒന്നും സംഭവിച്ചില്ല. ആ രാത്രി അമ്മയോട് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഒരു നിയോഗം കൊടുത്തു. അപ്പനോട് സ്തോത്രം പറയാൻ ദൈവം ഒരു നിയോഗം കൊടുത്തു. മക്കൾ എവിടെയായിരുന്നാലും അവർക്ക് മന്ത്ലി എത്ര സാലറി ഉണ്ടെങ്കിലും ഇന്ന് രാത്രി നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ സ്തോത്രം പറയാൻ പരിശുദ്ധാത്മാവ് നിയോഗം തരും. അതെങ്ങനെ ശ്രദ്ധിച്ച മാസം സ്കൂളിലെ ഫീസ് അടയ്ക്കാനും കുഴിമന്തിക്ക് കുഴിമന്തി, അൽഫാമിന് അൽഫാം, പിന്നെ ചാളയ്ക്ക് ചാള, മട്ടൻ ചൂരയ്ക്ക് ചൂര, ചൂടയ്ക്ക് ചൂട. ഇത് മേടിച്ചരാൻ അപ്പൻ തട്ടപ്പെടുമ്പോ അപ്പന്റെ വഴികളെ ഓർത്ത് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നതിനകത്ത് തലമുറകൾ മടി കാണിക്കരുതെന്ന് നിർബന്ധമായി പറയാൻ ഒരിക്കുന്ന രാത്രി ശവക്കുഴിക്കപ്പുറം നമുക്ക് സമ്പത്തുണ്ടോ? 2 സമ്പന്നരെ എനിക്ക് നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരണം. എനിക്കറിയാം ക്ഷമയില്ലായ്മയുടെയും വാദപ്രതിവാദങ്ങളുടെയും വ്യവഹാരത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും നികളത്തിന്റെയും അഹന്തയുടെയും അഹങ്കാരത്തിന്റെയും ഒക്കെ അടിത്തറയാണ് സമ്പത്തിന്റെ വർധനവ്. ആരായ്ക്ക് നേരെ അത് വല്ലാതെ വെല്ലുവിളിച്ച് ആത്മീയരെ അനാത്മീയരാക്കി മാറ്റുന്ന ഒരു കാലം. 2 പേരെ ഞാൻ നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരികയാണ്. മന്ത്രിയായിരുന്നൊരു മനുഷ്യൻ, പേര് അരിമത്യക്കാരനായ ജോസഫ്. മനുഷ്യൻ സമ്പത്തിന്റെ കണക്കെടുപ്പുകളുണ്ട്, കണക്കുകളുണ്ട്.
മറ്റാരെയും അടുക്കാത്ത താൻ തനിക്ക് വേണ്ടി നേരത്തെ പറഞ്ഞിട്ടൊരു കള്ളറ. സമൂഹത്തിന് ഒരു സ്ഥാനമാനമുണ്ട്. ഒരു പദവി കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇട്ട ഒരു വേസ്റ്റ് ഗ്ലാസ് എടുക്കുന്നതിനകത്ത് ആ പദവി തടസ്സമാകരുത്. എല്ലാരും ഒന്നും ആമയും പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ ഉണ്ടല്ലോ. ഒരു ആമേനൊക്കെ പറ. സഭയല്ലേ, സഭയല്ലേ, ഉണ്ടാക്കരുത്. അങ്ങ് എടുക്കുക, കൊണ്ടിടുക. ഒരാമയം പറ. ബഹളം ഉണ്ടാക്കരുത്, പൊള്യൂഷൻ ഉണ്ടാക്കരുത്. സഭയ്ക്കകത്ത് സൊല്യൂഷൻ ഉണ്ട്. ഒരാമയം പറ. അതത്രയുള്ള കാര്യം. കസേര ഒരെണ്ണം ഡിസോർഡറാ, പ്ലീസ് ആ കസേര നേരെ ഇടൂ. ഒരാമയം പറ. അത്രയുള്ള കാര്യം, അത്രയുള്ള കാര്യം. ഒരാമയം പറഞ്ഞേ. നമുക്ക് സൊല്യൂഷൻ വേണം. ഒരാൾ എന്ത് ചെയ്യണം, നമുക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, നമ്മൾ അതെന്ത് ചെയ്യണം. അതാ ദൈവ ഇഷ്ടം. ഒരാമയം പറയാമോ? സ്തോത്രം. വചനത്തിലേക്ക് വേഗം. 12 പേരെ കൂടെ നടന്നു. മോനെ ജോയല്, എത്ര പേരാണ്? 12 പേര് കൂടെ നടന്നു. അത്ഭുതം കണ്ട ഒത്തിരി പേരുണ്ട്, അടയാളങ്ങൾ കണ്ട ഒത്തിരി പേരുണ്ട്. 5 അപ്പം 2 മീൻ ഭക്ഷിച്ചവർ 5000 പുരുഷന്മാർ, കൂടെയുള്ള സ്ത്രീകൾ കുട്ടികൾ വേറെ. 7000 പേർക്ക് മറ്റൊരിക്കൽ. 12 കൊട്ട ശേഷിച്ചു. 12 പേർക്ക് ഓരോ കൊട്ട വെച്ച്. ഒരാമയം പറ. പന്തിയായിട്ട് ഇരുത്തിക്കൊണ്ട് 12 പേർക്ക് പന്തികേട് വരാതെ ദൈവം കാത്തതിന് ഒരാമയം പറ. തമ്പുരാൻ എപ്പോഴും ഓർഡർ ഉള്ളതിനൊരു സ്വത്രം പറഞ്ഞാട്ടെ. കുഷ്ഠരോഗി, അന്ധനായവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റയാൾ. ലാസറിന്റെ വിഷയമൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രസംഗിക്കാൻ. ലാസറിന്റെ പ്രസംഗിക്കാൻ ഒരു തീ കത്ത്. പക്ഷെ നിങ്ങൾ അറിഞ്ഞ വേറൊരു വാക്യം കൂടെ കിടപ്പുണ്ട്. ലാസറിന്റെ മരണത്തിന് ലാസർ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം അടുത്തൊരു വാക്യം ഭീകരമായിട്ട് കിടപ്പുണ്ട്. ആ വാക്യം എന്നറിയാമോ? അവൻ ലാസറിനെയും കൊല്ലാൻ ശ്രമിച്ചെന്ന. അങ്ങനൊരു വാക്യം കൂടെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഒത്തിരി അത്ഭുതം കണ്ടു. പക്ഷെ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കാൻ ആളില്ലായിരുന്നു. 2, ക്രൂശിൽ പ്രാണപ്രിയൻ. മോനെ, കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപനായിട്ട് മാറി. കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപനായി മാറി. ആ കർത്താവ് നമുക്ക് വേണ്ടി തകർന്നു. പക്ഷേ ഒരാള് ആ ശരീരം ചോദിക്കാൻ വാദിക്കാനില്ലായിരുന്നു. അത് എന്റെ ഡ്യൂട്ടിപ്പെട്ട കാര്യമല്ല. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യണം, അതെന്റെ കാര്യമല്ല എന്ന് എല്ലാവരും കൂടെ പറഞ്ഞാൽ ആ കാര്യം ചെയ്യാൻ ആരും കാണത്തില്ല. പക്ഷെ ഒരാൾ പറഞ്ഞു, രാവിലെ യേശുവിനെ വിധിച്ച സ്ഥലമാണ് പൊന്തിയോസ് പീലാത്തോസിന്റെ ഗബത എന്ന കൽത്തളം. മോനെ എന്ത് ചെയ്തതാ ജോലെ? യേശുവിനെ വിധിച്ചു. യേശുവിനെ എന്ത് ചെയ്തു മോനെ? വിധിച്ചു. ആ വിധിച്ച സ്ഥലത്ത് യേശുവിന് വേണ്ടി വാദിക്കാൻ ഒരാള്. യേശുവിനെ വിധിച്ചെടുത്ത്, അതിനർത്ഥം മനസ്സിലായോ? യേശുവിനെ കളിയാക്കിയെടുത്ത്, കന്നത്തടിച്ചെടുത്ത്. മുഖത്ത് തുപ്പുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? കന്നത്തടിക്കുക റയനെ, അത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. എന്നിട്ട് യേശു പറഞ്ഞ സഹിച്ചല്ലോ റയന് വേണ്ടി. രോമം കത്തിരിക്കുന്നവരുടെ നടുവിൽ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവിടുന്ന് സഹിച്ചില്ലേ? ഇത് ഏറ്റവും കൂടുതൽ രക്തം ഒഴുകി വീണ സ്ഥലം ഗബത എന്ന കൽത്തളമാണ്. അടിച്ച മുറിവുകളിലൂടെ ധാരധാരയായി ഒഴുകിയുന്ന ആ അടിച്ച സ്ഥലം ഒരു രക്തക്കളമായി മാറിയിട്ടുണ്ട്. കൈ കെട്ടിയിട്ടുണ്ട് കർത്താവിനെ അടിച്ചു. ആ രക്തം ഇന്ന് രാത്രി നിന്റെ കൈയുടെ ബന്ധനത്തെ അഴിക്കട്ടെ എന്ന് എന്റെ പ്രാർത്ഥന. ആൺകുഞ്ഞുങ്ങൾ ഇരിക്കുന്നവർ കൈയടിക്കാൻ നേരം നിർബന്ധമായി ഞാൻ പറയാറുണ്ട്. നമ്മുടെ ജോഷിക്ക് ഒരു ഇച്ചിരി പെർമിഷൻ ഉണ്ട്. കാരണം കൈക്കൊരു ഇച്ചിരി പ്രശ്നം, കുഴപ്പമില്ല. എന്നോട് പറഞ്ഞായിരുന്നു, കുഴപ്പമില്ല. കാരണം ആ കൈ മേലോട്ടൊന്ന് പൊക്കിയ മോനെ, ആ കാലെ വെക്കാതെ 2 കൈ മേലോട്ടൊന്ന് പൊക്കി, എന്നിട്ടൊന്ന് കൈ അടിച്ച്. ഇപ്പൊ അടിച്ച് അത് വരണം. ആ സമയം ഒന്നുകൂടെ അടിച്ച്. ഒന്ന് കൈ അടിച്ച്, നന്നായിട്ട് കൈ അടിക്കടാ. ആ കൈ അടി. എങ്ങനെ ആരോന്നെ ആ കൈ കാലെ സ്റ്റാൻഡേർഡ് വെക്കണം മോനെ. അതിനെ അടിച്ചു. അതാണ് നമ്മൾ ഇതിനകത്ത് വന്ന് ഈ ആരാധന കണ്ടും കേട്ടും ഒക്കെ പരിചയിച്ചും ഒക്കെ അവസാനം ഇങ്ങനായിട്ട് കാലിലോട്ട് കൈവച്ച് ഒരു തത്തിപ്പുത്ത് പരിപാടി നമുക്ക് വേണ്ട.
കാരണം അവിടുന്ന് നിനക്ക് വേണ്ടി കരം വിരിച്ചു തന്നതിനൊന്ന് സ്തോത്രം പറയാൻ. മോനെ കൈയടിക്കണം, നന്നായിട്ട് അടിക്കണം. മോനെ കൈയടിക്കണം, എന്ത് ചെയ്യണം? നന്നായിട്ട് അടിക്കണം, ശബ്ദം കേൾക്കണം. ആരാധിക്കുവാന്നോ അഴകുഴമ്പൻ നയം വേണ്ട. നമ്മുടെ ഒരു ചങ്ക് ഫ്രണ്ടിനെ കുറച്ചു നാൾക്ക് ശേഷം നമ്മൾ കണ്ടു. ഇനി എയർപോർട്ടിൽ അപ്പനെ വിളിക്കാൻ വേണ്ടി പോവാന്നിരിക്കട്ടെ, അപ്പൻ ഇങ്ങോട്ട് വരാൻ നേരം നമ്മൾ പ്ലേ കാർഡൊക്കെ പിടിച്ച് ഐ ലവ് യു പപ്പ ഇങ്ങനെ നിൽക്കുമോ? ഒരിക്കലും. അപ്പ ഓടിച്ചെല്ലാറുണ്ട്, കെട്ടിപ്പിടിക്കാറുണ്ട്. അല്ലേ അല്ലേ റേണ? ചെല്ലണം, അങ്ങനെ ചെയ്യണം, ഓടിച്ചെല്ലണം, ഇവരെ കെട്ടിപ്പിടിക്കണം. ഒരാളല്ല, രണ്ടുപേരും അത് ചെയ്യണം. കേട്ടോ മക്കളെ? അതിനോട് ഉണ്ടോ? ആ ഫ്രീ ആവട്ടെ, സ്വോത്രമൊക്കെ പറ. ആ അപ്പനല്ലേ വരുന്നത്. ഞാൻ കുഞ്ഞിലെ ഒരു രാജ്യത്ത് പിടിത്തിരിച്ചു വന്നപ്പോൾ എന്റെ മോള് പോലീസുകാരനെയും കൂടെ വെട്ടിച്ചോണ്ട് എന്നെ എടുത്തോട്ടോ. എടുത്തു ട്രോളിക്കകത്ത് വെച്ച് ഞാൻ അന്നേരം അവളെല്ലാവർക്കും ഡാറ്റ കൊടുക്കുന്നു. അവള് വന്ന എന്റെ കൂട്ടായി പോയി. അവക്കറിയാം വന്നത് അപ്പന. നമ്മൾ അപ്പാന്ന് വിളിക്കാനല്ലേ ഇവിടെ വന്നേ? ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഭർത്താവ് അറിയുന്നതിനേക്കാൾ, ഭാര്യ അറിയുന്നതിനേക്കാൾ, മകൻ അറിയുന്നതിനേക്കാൾ, മകൾ അറിയുന്നതിനേക്കാൾ, നിന്റെ കൂട്ടുകാരറിയുന്നതിനേക്കാൾ എന്റെ പൊന്നു കുഞ്ഞെ നിന്നെ നന്നായിട്ട് അറിയുന്ന കർത്താവിനടുത്ത് നീ വന്നിരിക്കുന്നത്. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പാമാര് ഹൃദയം തുറന്ന് വിളിച്ചിട്ടുണ്ടോ? അവര് അനാഥരായിട്ടില്ല, അവർ സനാഥരായിട്ടേ ഉള്ളൂ. അവർ മുറിവോടുകൂടെ വന്നിട്ട് മുറിവോടുകൂടെ പോയിട്ടില്ല, വേദനയോടുകൂടെ വന്നിട്ട് വേദനയോടുകൂടെ പോയിട്ടില്ല, സങ്കടങ്ങളോടുകൂടെ വന്നിട്ട് സങ്കടങ്ങളോടുകൂടെ പോയിട്ടില്ല. അപ്പ ആര് വിളിച്ചിട്ടുണ്ടോ അവരാ കരുണയുടെ കരം അനുഭവിച്ചിട്ടുണ്ട്. കർത്താവിന്റെ മഹത്വം സ്റ്റാൻഡേർഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ നിന്ദിക്കപ്പെട്ട വേറൊരു മരണമില്ല. ഇവിടെ ഇതേപോലെ കളിയാക്കലച്ച വേറൊരു മരണമില്ല. ബോധവരുത്താൻ മുഴുവൻ കല്ല് പറഞ്ഞും ക്രൂശിക്കാ ക്രൂശിക്കാ എന്ന ആർപ്പിടിയിലും യെരൂശലേം മുഴുവൻ ഇളകിയ ഒരു അവൻ ഗമന എന്ന കത്തളത്തിൽ നിന്ന് ഗോൽഗോഥയിലേക്കുള്ള യാത്ര. ആ സ്ഥലത്തിന് ഇന്നിട്ടിരിക്കുന്ന പേര് വിയാ ഡൊളോറോസ എന്നാണ്, ക്രൂശിന്റെ വഴി. സുഖമില്ലാത്തൊരു മരണം. മാന്യതയുള്ള ഒരാൾക്ക് വേണ്ടിയാണെങ്കിൽ വാദിക്കാൻ 10 പേര് കാണും. ആരോരും ഇല്ലാത്തതാണെങ്കിൽ ആൾക്കാർ നോക്കാറില്ല. ലക്ഷം വീട്ടിൽ നിന്ന് വന്നാലും ലക്ഷങ്ങളുടെ വീട്ടിൽ നിന്ന് വന്നാലും സഭയിൽ എല്ലാവർക്കും ഒരു സ്ഥാനം. ഒരാമയം പറ. ഒച്ച കുറഞ്ഞോന്ന് എനിക്കൊരു സംശയം. എല്ലാവരും ഒരുമിച്ച് ഒരാമയം പറഞ്ഞാട്ട്. മക്കള് വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും ഇതിനകത്ത് വന്നാൽ നാം യേശുവിന്റെ രക്തത്തിന്റെ സമ്പാദ്യമാണെന്ന് ഉറപ്പുള്ള ദൈവമക്കളെ രാമയം പറഞ്ഞാട്ടെ. 50 ആന്നേലും 80 ആന്നേലും 8 വയസ്സുകാരനാണെങ്കിലും യേശുവിന്റെ ചൂടുള്ള രക്തം ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവർക്ക് ഈ രാത്രിയിലും പാഞ്ഞൊഴുകുമെന്ന് ഉറപ്പുള്ളവർ രാമയം പറഞ്ഞാട്ടെ. ഏറ്റവും പിറകിലേക്ക് ഞങ്ങളുടെ വാത്സല്യം മാതാവിൽ വരെ ഇന്ന് രാത്രി വചനം പറയുമ്പോൾ സൗഖ്യദായകന്റെ കരം 33 തിരുവയസ്സിലെ ചൂടുള്ള രക്തത്തിന്റെ ശക്തി ഈ രാത്രിയിലും പാഞ്ഞൊഴുകുന്നതിന് മാന്യമില്ലാത്തൊരു മരണം, ഹീനമായൊരു മരണം, നീലമായൊരു മരണം. ഈ മരണത്തിന് വേണ്ടി വാദിക്കാൻ വരുമെന്നുള്ള ചോദ്യം. മരിച്ചു കിടക്കുന്ന നാഥന് വേണ്ടി വാദിക്കാൻ ഒരു മന്ത്രി. പിന്നെ വചനത്തിനകത്ത് ഇങ്ങനെ എഴുതി, അവന്റെ അടക്കം സമ്പന്നരോടുകൂടെ ആയിരിക്കും. പിറന്നു വീഴുമ്പോ കിടത്തിയത് പുൽമത്തക്കകത്ത. സ്വന്തമായി പേഴ്സന്റെ യേശുവിനില്ല, വീടിന്റെ യേശുവിനില്ല. പിന്നെ അടക്കം സമ്പന്നരോടുകൂടെയാണെങ്കിൽ മന്ത്രി പണിത കല്ലറ അത്ഭുത മന്ത്രിക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കിയിട്ടുണ്ട്. ഒന്ന്
ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം. നിങ്ങൾ ശ്രദ്ധിക്കുന്നേ, അരിമത്ഥ്യക്കാരനായ യോസഫ് അവൻ പൊന്തിയോസ് പീലാത്തോസിന്റെ ആ കൽത്തളത്തിലേക്ക് വരുമ്പോ അവൻ രാവിലെ 9 മണിക്ക് മുൻപ് 9 മണിയായപ്പോ യേശു ഗോൽഗോഥായിലെത്തി. അപ്പൊ അതിനു മുൻപ് വെളുപ്പിനെ അടിച്ച ചാട്ടയ്ക്കടിച്ചതിന്റെ ആ രക്തത്തിന്റെ ഗന്ധം അവിടെ കിടപ്പുണ്ട്. തൂത്തെടുത്തതിന്റെ അടയാളം അവിടെ കിടപ്പുണ്ട്. അടിച്ച അവൻ ആ ചാട്ടവാറിന്റെ തുമ്പിൽ നിശ്ചയമായും മാംസങ്ങൾ ഒട്ടിപ്പിടിച്ചവിടെ കിടപ്പുണ്ടെന്ന് ഞാൻ കരുതുകയാ. അതിനെയെല്ലാം സാക്ഷി നിർത്തിയിട്ട് പറയുകയാ, അവന്റെ ശരീരം വിട്ടുതരണം. ഇന്ന് രാത്രി ഞാൻ ദൈവസഭയോട് ചോദിക്കുന്നു, യേശുവിന് വേണ്ടി വാദിക്കാൻ, യേശുവിന് വേണ്ടി സംസാരിക്കാൻ, യേശുവിന്റെ ശബ്ദമായി മാറാൻ ഇന്ന് രാത്രി എത്ര പേര് ഇതിനകത്ത് തീരുമാനിക്കുന്നു? മനസ്തുതിക്ക് മാറ്റം ദൈവം വരുത്തും. പറ, നിന്നെ മാനിച്ചിരിക്കും തമ്പുരാൻ. അതിന് 2 തർക്കമില്ല. ആമേൻ പറഞ്ഞ മോനെ. ആ സ്വോത്രം. യോന്റെ വീട്ടുകാർ ഇവിടെ ഉണ്ടോ? യോന്റെ വീട്ടിൽ നിന്ന് വന്നൊരു കൈ ഉയർത്തി. അച്ഛനമ്മച്ചി 2. പറഞ്ഞ ദൂത് കേട്ടെ. കരഞ്ഞോണം. കോഴിമുട്ടയ്ക്കടയിരിക്കുന്ന പോലെ ദൈവശബ്ദത്തിന് മുൻപാകെ പൊരുന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. പ്രവാചകൻ ദൂത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അന്നത്തോടുകൂടെ പ്രാർത്ഥന നടത്തരുത്. മാതാക്കളും പിതാക്കന്മാരൊക്കെ പ്രവചന നിവൃത്തി പ്രാപിച്ച് എങ്ങനെയെന്നറിയാമോ? അവരതിനെ ആത്മാവിൽ ഏറ്റെടുക്കും. രാവിലെ വൈകിട്ടും ഉച്ചയ്ക്കും പറയും, അവനെ ആദരിക്കാമെന്ന് പറഞ്ഞ ദൈവശബ്ദത്തിലെ സ്തോത്രം. ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല. യേശുവിന്റെ രക്തത്തിന്റെ മറവിലേക്ക് എന്റെ കുഞ്ഞിനെ മറച്ചു പ്രാർത്ഥിക്കുന്നു. രാപ്പകൽ സഭയും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോ ഒരു ദിവസം തനിയെ കല്ല് ഉരുണ്ട് മാറിയതുപോലെ, ചങ്ങല പൊട്ടി മാറിയതുപോലെ, അവൻ പടയാളികൾ പരിഭ്രമചിത്തരായി മാറിയതുപോലെ, പുനരുത്ഥാനത്തിന്റെ ശക്തി ഉത്തരം പറയുന്ന ഒരു സ്ഥാനമുള്ളതിന് സഭ ഒരുമിച്ച്. ചില സ്ഥലങ്ങളൊക്കെ പരസ്യയോഗത്തിന് തന്നെ വിളിക്കാറുണ്ട്. പരസ്യവും, ഞാൻ പരസ്യയോഗത്തിന്റെ പ്രഭാഷകനും കൂടെയാണ്. ചില സഭക്കാർ പരസ്യവും നടത്തും. പരസ്യവും നടത്തുമ്പോൾ നമ്മൾ ഈ പ്രസംഗിക്കാൻ ഈ വാഹനത്തിന്റെ അടുത്ത് നിൽക്കും. എന്നെ വിളിച്ചൊരൊറ്റ കുഞ്ഞവിടെ കാണത്തില്ല, ഞാനും വാഹനവും മാത്രം. എന്നെ വിളിച്ച ആള് കാണാൻ നേരെ ഓപ്പോസിറ്റ് സൈഡിലെ ചായക്കടയിൽ നിന്ന് പരിപ്പോടെ കഴിക്കുന്നത്. ഞാൻ എത്ര സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ബോണ്ടേക്ക് അത് കൊള്ളാം. എന്തിനാ ഇറങ്ങിയേ? രാമൻ പറ, ഇത് സ്പോൺസർ പ്രോഗ്രാം അല്ല. കർത്താവിന്റെ വേല സ്പോൺസർ പ്രോഗ്രാം അല്ല. അവരവര് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. ശ്വാസം എടുക്കുന്ന കാര്യം ആരും പറയാതെ ചെയ്യുന്നുണ്ടല്ലോ. വിശക്കുമ്പോൾ ആഹാരം കഴിക്കുമല്ലോ, ദാഹിക്കുമ്പോൾ ദാഹജലം എടുത്തു കുടിക്കുമല്ലോ. കർത്താവിന്റെ വേലയ്ക്കാണോ ബുദ്ധിമുട്ട്? കണക്ക് കൊടുക്കണം. കണക്ക് കൊടുത്തേ പറ്റൂ. സ്തോത്രം. വേഗത്തിൽ വേഗത്തിൽ വേഗത്തിൽ. അരിമത്ഥ്യക്കാരൻ വാദിച്ചു. ഇനി ദയവരിക, ഓർഡർ കിട്ടി, എടുത്തോളാൻ പറഞ്ഞു. ഒരേ ചാരി വെക്കണം ആ ക്രൂശിലേക്ക്. എന്നിട്ട് ആ ശരീരത്തിന്റെ ഈ ഭാഗത്തൂടെ കട്ടിയുള്ളൊരു തുണി ഇങ്ങനെ അങ്ങോട്ട് കയറ്റണം. അതിന്റെ 2 തുമ്പും പുറത്തു വരണം. നീളമുള്ള തുണിയായിരിക്കണം. ആ തുണി അവൻ ഈ സൈഡിലെടുത്ത് ആ ഭാഗത്തൂടെ പിറകിലേക്ക് കൊണ്ടുവരണം. ഈ ഭാഗം അത്രയും വീതിക്ക് ആ തുണി കിടക്കണം. എങ്കിലേ ആണി എന്ത് ചെയ്യത്തുള്ളൂ? ഊരുകയുള്ളൂ. എന്നിട്ട് ഈ തുണി പതുക്കെ സ്ലോ ചെയ്ത് കൊടുക്കണം. അപ്പോ ആ ശരീരം എന്ത് ചെയ്യും? താഴേക്ക് വരും. പിയാത്തോയൊക്കെ ഒരു ചരിത്രം പോലെ അവര് അങ്ങനെ പറഞ്ഞ ഒരാളുടെ മാഹാത്മ്യം വർദ്ധിക്കുന്നതിന് കാണിച്ചിട്ടുണ്ട്. പക്ഷെ യേശുവിനെ ആ തുണിയിൽ കിടത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രായമുള്ള മറ്റൊരു മനുഷ്യൻ ദേ വരുന്നു. നീ പ്രായമുള്ളവർക്കും തോന്നുന്നുണ്ടോ? പിള്ളേർ കുറച്ചു നേരം കൊണ്ടേ പ്രാർത്ഥിക്കുക, ദൈവമേ രാവിലെ വൈകിട്ട് ഞങ്ങളുടെ സമ്മേളനമായിരുന്നു, ബാക്കിയുള്ളവരോട് ഇടപെടണമേ എന്നൊരു പ്രാർത്ഥന ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇനി ഇടപെടാൻ പോവുക. നിങ്ങൾ ഇനി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. യോശുവൊക്കെ കട്ടിക്ക് പ്രാർത്ഥിക്കട്ടെ. തലമുടി പറഞ്ഞിട്ടുണ്ട്. പാണ്ഡിത്യമുണ്ട്. യോഹന്നാൻ സുവിശേഷം 3 വരുമ്പോ തമ്മിൽ സംസാരിച്ച ഒരു ചരിത്രം കിടപ്പുണ്ട്. വെള്ളപ്പാലും ആത്മാവിലാനും ജനിച്ചതല്ലാതെ നീ വീണ്ടും ജന്മം ചെയ്യത്തില്ല.
മുഖത്തൊക്കെയുള്ള കാര്യം പറഞ്ഞു. അന്ന് ഉള്ളിൽ കൊണ്ടതാ. ഒരു പ്രാവശ്യം ഈ കമ്മിറ്റി കൂടിക്കൊണ്ടിരുന്ന പുള്ളി പറഞ്ഞു, നിങ്ങൾക്ക് അവനെ ഉപദേശമൊന്നും പിടിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ പുള്ളി അവൻ സംസാരിച്ചു തുടങ്ങിയതാ. പക്ഷെ ഇപ്പൊ വന്ന് എങ്ങനെയെന്നറിയാമോ? ഇച്ചിരി വെയിറ്റ് ചുമന്നുകൊണ്ടാ. എന്താ കൊണ്ടെന്നറിയാമോ? 100 റാത്തൽ 100 അകിലും ചേർന്ന സുഗന്ധ പശ ചുമന്നുകൊണ്ടുവരികയാ. കാൽവരിയുടെ കുന്ന് കയറുകയാ. ഞാൻ നിക്കോദിമോസിനോട് ചോദിക്കുകയാണ്, വഴി തെറ്റുമോ? ഇവനെ വഴി തെറ്റുമോ? ക്രൂശിലേക്കുള്ള വഴി തെറ്റാൻ സാധ്യതയുണ്ടോ? എന്താ കാരണം? ജിബിന്റെ അഭിപ്രായം എന്താ? പോരാ നോയല്ലേ, എന്തായാലും അഭിപ്രായം ഉണ്ടോ? ഒരഭിപ്രായം ഇല്ല. പിന്നെ ക്രൂശിലേക്കുള്ള വഴി തെറ്റത്തില്ല. അത് കാരണം ജോലെ ഒരു പ്രതീക്ഷ. പോരാ. യേശു ക്രൂശി കിടപ്പുണ്ട്. ഞാൻ ആ പോയ വഴി തെറ്റുമെന്നാ ചോദ്യം. വഴി തെറ്റാൻ സാധ്യതയുണ്ടോ? എന്താ വഴി തെറ്റായിരിക്കുന്നു? ആരോനെ നമ്മൾ അഭിഷേകം ചെയ്യുകയാണ് ഇന്ന് രാത്രി. ഇവനെ അതാ മോനെ സത്യം. ഈ വഴി തെറ്റത്തില്ല. നീ നോക്കി നടന്നാൽ കാൽവരിയുടെ ചുവട് വരെ രക്തത്തുള്ളികൾ കിടപ്പുണ്ട്. വഴിതെറ്റാത്തൊരു വഴിയുണ്ടെങ്കിൽ അത് ക്രൂശിലേക്കുള്ള വഴിയാ. ലോകം നിന്നെ വഴിതെറ്റിക്കുന്ന ലോകമാ. വെബ്സൈറ്റ്, ഗെയിമുകൾ, ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു, ഫ്രീ ഫയർ ഗെയിം, പിന്നെ ഓൺലൈൻ ഗെയിം, വെടിവെക്കുന്ന ഗെയിം, ഇതെല്ലാം ഇന്ന് രാത്രി ഓക്കെ അല്ലേ? ഓക്കെ, സ്റ്റോപ്പ്. എല്ലാത്തിനും സ്റ്റോപ്പ്. രാമൻ പറഞ്ഞേ, നിന്റെ തലച്ചോറ് നിന്റെ കുഞ്ഞിനെ ഇല്ലാതെയാക്കുന്ന പൈശാചിക പോരാട്ടങ്ങൾ, വലിയ ഉത്തരവാദിത്വത്തിലുള്ള വമ്പൻ യൂണിവേഴ്സിറ്റിയുടെ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഹെഡായിരുന്ന ആളുകളുമായി സംസാരിക്കാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. അവരെന്നോട് അവരുടെ രാജ്യത്ത് അവരുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അവരോട് കൃത്യമായിട്ട് പറഞ്ഞ ഇൻഫർമേഷൻ ആണ്, ഒരുമാതിരിപ്പെട്ട ഗെയിമുകളെല്ലാം ഉണ്ടാക്കുന്ന സൈറ്റാനിക് ചർച്ചിന്റെ IT ഡിപ്പാർട്ട്മെന്റുകാരാണ്. ഫേസ്ബുക്ക് അതിന്റെ ഉപജ്ഞാതാവായിരിക്കുന്ന സുക്കൻബർഗ് ഫേസ്ബുക്ക് നോക്കുന്നില്ലെന്നാണ് വേറെ സത്യം. ഭാര്യ അനുവദിക്കുന്നില്ല, കാരണം ഭർത്താവിനെ വേണം. നമ്മൾ നോക്കി പൈസ ഇട്ട് കൊടുക്കുന്നു. ആരും ഉണ്ടോ ഇവിടെ? ചർച്ചിലിരുന്ന് ഫേസ്ബുക്ക് നോക്കുന്ന ഒരു ചെക്കനെ എനിക്കറിയാം. അവനിങ്ങനെ ഹല്ലേലൂയ, ആമേൻ, യെസ് ലോർഡ്. പ്രാവശ്യം ഫേസ്ബുക്ക് അങ്ങ് ഹാങ് ആയിപ്പോയി. പാട്ടും കേട്ടു, അതൊരു ഫിലിം സോങ് കൂടെ ആയിരുന്നു. സഭ മൊത്തം കേൾക്കേണ്ടി വന്നു. അവസാനം ഈ ബോംബ് കൊണ്ട് ഓടത്തില്ലേ, അതേപോലെ അവർ സഭയിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. വാട്സപ്പിൽ മെസ്സേജ് അയക്കാനുള്ള സ്ഥലമല്ല സഭ. ഒരാമേൻ പറ. സെൽഫി എടുക്കാനുള്ള സ്ഥലമല്ല സഭ. കുഞ്ഞുങ്ങൾ ബൈബിൾ കൊണ്ടുവരണം. ആലയത്തിൽ വരുന്ന സകല കുഞ്ഞുങ്ങളും ബൈബിൾ കൊണ്ടുവരണം. ബൈബിള് ചുമക്കണം മോനെ. ബൈബിള് കൊണ്ടുവരുന്നതാണ് നിന്റെ ആയുഷിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. ഇത് ചുമന്ന ആരെയും ദൈവം കൈവിട്ടിട്ടില്ല. ലജ്ജ വിചാരിക്കരുത്. ഒരുമിച്ച് രാമയം പറഞ്ഞാട്ടെ. ക്രൂശിലേക്കുള്ള വഴി അത് തടസ്സപ്പെടുന്ന വഴിയല്ല. ചുമന്നെടുത്തുകൊണ്ട് വരിക പ്രായമുള്ള പിതാവാ. 90 വയസ്സായാലും 100 വയസ്സാണെങ്കിലും റിട്ടയർമെന്റ് ഇല്ലാത്തൊരു സ്ഥലത്ത് വന്നിരിക്കാൻ ദൈവം കൃപ തന്നേനെ. ആമേൻ. സത്യം. ഇവിടെ ഒരാളിരിപ്പുണ്ട്, പുറകിൽ അങ്ങേയറ്റ ഒരാളിരിപ്പുണ്ട്, ദൂത് കേട്ടിട്ടിരിക്കുക. നമുക്ക് വിടാൻ പറ്റത്തില്ല, ആരെയും വിടാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ചു റെനോണ്ടും ആരോനോട് മാത്രമായിരിക്കും ദൂത്. അല്ലല്ലല്ലല്ല, എല്ലാവരോടും ദൂതുണ്ട്. 85 വയസ്സുള്ള ഒരു അമ്മച്ചി തമിഴ്നാട്ടിൽ ഒരു ഗ്രാമത്തിൽ മക്കളെടുത്ത് പോയി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചിട്ട് ആ ഗ്രാമത്തിൽ വന്നൊരു ഒറ്റ പ്രാർത്ഥന, യേശുവിന്റെ നാമത്തിൽ ഈ ദേശത്തെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ആ പ്രാവശ്യത്തെ അവരുടെ പരിപാടിയൊന്നും നടന്നില്ല, നാട്ടുകാരുടെ. അവസാനം അവരെല്ലാരും ഈ അമ്മച്ചിയെ വളഞ്ഞു. എന്നിട്ട് പറഞ്ഞ് അഴിച്ചുവിടാൻ പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, ഞാൻ കെട്ടിയിട്ടില്ല, പിന്നെ എങ്ങനെ അഴിക്കുന്നത്? ആ അമ്മച്ചി സുവിശേഷം പറഞ്ഞു. 10-60 കുടുംബങ്ങൾ യേശുവിന്റെ വകയായി.
85 വയസ്സൊന്നും ഇവിടെ റിട്ടയർമെന്റ് ഇല്ല. ഒരാമയും പറ. ഒരപ്പച്ചൻ എന്നോട് പറഞ്ഞ വാക്കോർക്കുന്നുണ്ട്, എന്റെ അവസാന ശബ്ദവും മേൽക്കുട്ടി ഹല്ലേലൂയ ആയിരിക്കണം പോലെ. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ജമ്മു കാശ്മീർ നമുക്ക് പോകാൻ പറ്റില്ല, ജമ്മു കാശ്മീർ ഓർക്കാൻ പറ്റുമല്ലോ. ആസം എന്ന് പറയാൻ നമുക്ക് പറ്റുന്നുണ്ടല്ലോ, ഗുജറാത്ത് എന്ന് പറയാൻ പറ്റുന്നുണ്ടല്ലോ. അവൻ ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോഴും പല ദൈവദാസന്മാരും ജയിലിനകത്താണെന്ന സത്യം നിങ്ങൾക്കറിയാമോ? രക്തസാക്ഷികളെ തീർന്ന ദൈവദാസന്മാരുടെ കുടുംബങ്ങളെ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ? അവരുടെ മക്കളെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഭാരതത്തിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്ന ഗ്രഹാം സ്റ്റെയിനെയും ഫിലിപ്പിനെയും തിമോത്തിയെയും നമുക്ക് ഓർമ്മയുണ്ടോ? മകൾ ഗ്ലാഡിസിനെയും എസ്തേറിനെയും നമുക്ക് ഓർമ്മയുണ്ടോ? വല്ലപ്പോഴെങ്കിലും ഒന്ന് സ്തോത്രം പറയുമ്പോ എല്ലാരും ഉണ്ടോ ഇവിടെ? എനിക്കറിയാം അത്ര ഇഷ്ടപ്പെടുന്ന പ്രസംഗം അല്ലത്. പക്ഷെ ഇത് കർത്താവ് എന്നോട് പറഞ്ഞു, ദൈവേഷ്ടം ഇങ്ങനെ വിളിച്ചു പറയാൻ. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ആ 3 മകിലും ചേർന്ന സുഗന്ധ പശ ചുമന്നുകൊണ്ട് ഇത്രയും പ്രായമുള്ളപ്പോ വേറൊരാളെ കൂട്ടിൽ വിളിച്ചോണ്ട് വരരുതോ? നിക്കോദിമോസേ, എന്തിനാ ഈ പ്രായമുള്ള സമയത്ത് ഒരാളെ കൈ കൊടുത്തു വിട്ടാ പോലെ? അന്നേരം പറയും, ഇല്ലില്ല, ഞാൻ മരിക്കേണ്ടത് എനിക്ക് പകരം മരിച്ചയാളാണ്. അടക്കത്തിന്റെ നടുവിൽ സമ്പന്നരോടുകൂടെ ആയിരിക്കണം എന്ന പ്രവചനത്തിന്റെ നിവർത്തിക്ക് ന്യായപ്രമാണത്തിന്റെ ശാസ്ത്രിയായ നിക്കോദിമോസ് തനിക്കെടുക്കാൻ പറ്റുന്നത് കൊണ്ടുവരികയ. ഓനെ ശ്രദ്ധിക്കണം. ആ ശരീരം ആ തുണിയിലേക്ക് കിടത്തി. ഡ്രൈ ഫ്രാഗ്രൻസ് ഉണ്ട്, അത് ആ ശരീരത്തിൽ മുഴുവൻ ഇങ്ങനെ പൊതിയും. നന്നായിട്ട് അതിട്ടു. കാരണം രാജകീയമായ ഒരു അടക്കമാണ് കൊടുക്കുന്നത്. അതിലെ യേശുവിന്റെ കയ്യിൽ ആണിയടിച്ച കാര്യത്തെ കുറിച്ച് ഇന്ന് ഞാൻ സംസാരിച്ചിരുന്നല്ലേ? ശരിക്കും ആ ക്രൂശിൽ നിന്ന് അങ്ങോട്ട് ഇളക്കി, ആണി അങ്ങോട്ട് ഇളക്കിയതേ ഉള്ളൂ. ആണി എന്ത് ചെയ്തേ ഉള്ളൂ? ഇളക്കിയതേ ഉള്ളൂ. ആ മുറിവിന്റെ പ്രത്യേകത എന്താണ്? പച്ച മുറിവാണ് അല്ലെ ജീവന്? തോമസ് കണ്ട മുറിവ് പുനരുത്ഥാന ശരീരത്തിലെ മുറിവാ. അതിനന്ന് രക്തം വാർക്കത്തില്ല. പക്ഷെ ഈ ശരീരത്തിന്റെ പ്രത്യേകത അറിയാം. മോനെ കൂടി ശ്രദ്ധിച്ചേ, പച്ച മുറിവാണ്. യേശുവിന്റെ ശരീരത്തിൽ ഏറ്റവും അഗാധമേറിയ മുറിവ് ഏതാണ്? അവിലാപ്പുറം അല്ലെ? ഹൃദയത്തിന്റെ അടിത്തട്ട് കുത്തിക്കേറിയ കൂർത്തുമൂർത്ത കുന്തം കുത്തിയിറങ്ങിയ മുറിവാണ് ഏറ്റവും ആഴമുള്ളത്. ആ മുറിവ് അടയ്ക്കാനായിട്ട് അവർ ആ സുഗന്ധ പശ അതിനകത്തേക്കൊന്ന് കയറ്റുമ്പോ യോസഫിന്റെ ഉള്ളം പിടച്ചിട്ടുണ്ട്. അരിമത്യക്കാരനായ യോസഫിന്റെ ഉള്ളം പിടച്ചിട്ടുണ്ട്. നിക്കോദിമോസ് കണ്ണു നിറയാതെ ആ ശുശ്രൂഷ ചെയ്യാൻ തന്നെ കൊണ്ട് പറ്റില്ല. സഭയിൽ ഭിന്നത ഉണ്ടാകുന്നതും അനൈക്യത ഉണ്ടാകുന്നതും ബഹളം ഉണ്ടാക്കുന്നതും തമ്മിൽ വാദപ്രതിവാദം ഉണ്ടാകുന്നത് എപ്പോഴാണെന്നറിയാമോ? യേശുവിന്റെ ക്രൂശ് മറക്കുമ്പോഴാണ്. യേശുവിന്റെ ക്രൂശീകരണം ഡോണ്ട് ഫോർഗെറ്റ്. ദയവ് ചെയ്ത മോനെ, ആരെ മറന്നോ? ക്രൂശിക്കപ്പെട്ട കർത്താവിനെ എന്ത് ചെയ്യരുത്? മറക്കരുത്. ആ മുറിവുകളെ നമ്മൾ എന്ത് ചെയ്യരുത്? കുഞ്ഞെ, നീ മറക്കരുത്. ഒരാമയെ പറഞ്ഞേ. ഇന്ന് ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ കൈ സ്വതന്ത്രമാണ്. കാരണം അറിയാമോ? ആ കരം എനിക്ക് വേണ്ടി ചേർത്ത് ബന്ധിച്ചതിനാൽ. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ആ തലയിൽ അടിച്ച മുൾക്കിരീടമുണ്ടല്ലോ, സഹിച്ച മാനസികതയുണ്ടല്ലോ, എന്റെ മനസ്സിന് വന്ന സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം. അവിടുത്തെ അടിപ്പിണരുകളുണ്ടല്ലോ, എനിക്ക് തന്ന സൗഖ്യത്തിനായി സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കാൻ സമയത്ത് വേർതിരിക്കുകയാണ്. ദൈവം നമുക്കെന്ന മാന്യതയ്ക്ക് ആമേൻ പറഞ്ഞോണം, ഉയർച്ചയ്ക്ക് ആമേൻ പറഞ്ഞോണം. പഠിക്കുന്ന മക്കളെ തന്നോ? സ്തോത്രം പറഞ്ഞോണം. അവള് മിടുക്കിയാണോ? അവൻ മിടുക്കിയാണോ? സ്തോത്രം പറഞ്ഞോണം. ഏതെങ്കിലും രാജ്യത്ത് ചേക്കേറാൻ കുഞ്ഞിന് ഭാഗ്യം ലഭിച്ചോ? സ്തോത്രം പറഞ്ഞോണം. പക്ഷെ അതിന്റെ നികളം അല്പം പോലും ആലയത്തിനകത്ത് വരരുത്, ആരാധനയിൽ വരരുത്, ശബ്ദത്തിനകത്ത് വരരുത്, ആ തലയെടുപ്പിനകത്തത് വരരുത്. ഒരാമേ പറഞ്ഞോട്ടെ. ഇതിനകത്തേക്ക് വരുമ്പോ നമുക്ക് തന്ന വ്യക്തിത്വത്തിന് ആമേ പറഞ്ഞോണം. പക്ഷെ ആലയത്തിനകത്തേക്ക് വരുമ്പോ ഇതിന്റെ നടുവിലുണ്ടാവുന്ന ദൈവം സർവശക്തനാകയാൽ, ഇതിന്റെ പരമാധികാരി സർവജ്ഞാനിയാകയാൽ, ഇതിന്റെ പരമാധികാരി സർവസമ്പന്നനാകയാൽ, സകല പരിമിതികൾക്ക് അതീതനായ
അവന്റെ സാന്നിധ്യമുള്ളിടത്ത് ഞാൻ വന്നത് എന്നെ കാണിക്കാനല്ല, എന്നെ ഞാനാക്കി മാറ്റിയ ദൈവത്തെ ആരാധിക്കാനാണ്. കണ്ണുകളെ ദൈവസ്ഥാനത്തിൽ അടയ്ക്കാം. ക്ഷമ പറയാൻ ഉള്ളിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിയോഗം തന്നിട്ടുണ്ടെങ്കിൽ അത് പറയണം. മടിക്കരുത്, മറക്കരുത്. കർത്താവിന്റെ കാരണം ഏത് സമയം വേണമെങ്കിലും കേൾക്കാം. എടുക്കപ്പെടാതെ പോകരുത്, കൈവിടപ്പെട്ടു പോകരുത്. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. മക്കളെ, ഏകാഗ്രതയോടെ കുഞ്ഞുങ്ങളൊന്ന് കണ്ണുകളെ അടച്ച്. എനിക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആത്മഭാരമുണ്ട്, വേദനയുണ്ട്. മാതാപിതാക്കളെ, നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ ഇന്ന് രാത്രി കർത്താവ് എനിക്ക് വലിയൊരു പ്രേരണ നൽകി തരികയാണ്. കർത്താവിന്റെ ദാസൻ എന്നോടൊപ്പം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ പ്ലീസ്? ഹല്ലേലൂയ. നമ്മുടെ മാതാക്കൾ ആയുസ്സോടെ ഇരിക്കട്ടെ, നമ്മുടെ പിതാക്കന്മാർ ആയുസ്സോടെ ഇരിക്കട്ടെ. ഒന്ന് സ്തോത്രം പറയാമോ? അവരുടെ ബലം കുറയാതെ ഇരിക്കട്ടെ, അവരുടെ ശബ്ദം കുറയാതിരിക്കട്ടെ, അവരാരോഗ്യത്തോടെ ഈ ആലയത്തിൽ വരട്ടെ. ഇന്ന് രാത്രി ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവിക ബലം ഈ വാത്സല്യ മാതാവിന്റെ മേൽ, ഞങ്ങളുടെ മാതാക്കളുടെ മേൽ ഇന്ന് രാവിലെ ആണിപ്പഴുതുള്ള കർത്താവിന്റെ കരമൊന്ന് അനുഭവിക്കട്ടെ. നമ്മുടെ പിതാക്കന്മാർ ഇന്ന് രാത്രി അത്ഭുതകരമായ സൗഖ്യം ഏറ്റെടുക്കട്ടെ.